ഹബീബിന് പ്രവർത്തനങ്ങൾക്കൊരു കേന്ദ്രമായി വർത്തിക്കാൻ തായിഫിനെ പുണ്യനബി ആഗ്രഹിച്ചപ്പോൾ അതിനുള്ളൊരവസരം തായിഫിൽ കിട്ടിയില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയും പിൽക്കാലത്ത് വന്ന നിരന്തരമായ പ്രവർത്തനവുമാണ് തായിഫിന്റെ മണ്ണിനെ മാറ്റിക്കൊണ്ടുവന്നത്. ഇൻഷാ അല്ലാഹ് പ്രയാസപ്പെടേണ്ട, തുടക്കത്തിൽ അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെയും അനുഭവം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, 2 കൊല്ലത്തോളമായില്ലേ ആസ്ഥാനമില്ലാതെ നിങ്ങൾ പ്രവർത്തിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ ഒരു വേദി, ഇന്നത്തെ ഈ സദസ്സ് അങ്ങനെ ഒരു ആസ്ഥാനത്തിനുള്ള അവസരമുണ്ടാകുന്ന സദസ്സായി അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് എനിക്ക് നൽകപ്പെട്ട വിഷയത്തെക്കുറിച്ച്, പ്രവാസവും മതബോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഒരല്പസമയം സംസാരിക്കുകയാണ്. പ്രവാസം, നമ്മളൊക്കെ പ്രവാസികളായി തീർന്നത് തന്നെ യാത്രയിലൂടെയാണ്. പ്രവാസത്തിന്റെ ആമുഖം തന്നെ യാത്രയാണ്. യാത്ര അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ പ്രോത്സാഹിപ്പിച്ച ഒന്നാണ് യാത്ര. സാഫിറൂ തഗ്നമൂ, നിങ്ങൾ യാത്ര ചെയ്യുക, എന്നാൽ അല്ലാഹുവിന്റെ ഐശ്വര്യം നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും. മാത്രമല്ല യാത്ര അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്. എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, വിഷയത്തിലൂടെ ഒന്നിങ്ങനെ കടന്നു പോകുന്നേ ഉള്ളൂ. ഈ വിഷയം വിശാലമായി സംസാരിക്കാനുള്ള ഒരു സമയം നമ്മുടെ മുമ്പിലില്ല. ഞാൻ അധികം താമസിയാതെ നിർത്തുകയും ചെയ്യും എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിർത്തുന്നത് എന്റെ പ്രയാസം ആലോചിച്ചിട്ടല്ല, നിങ്ങളുടെ പ്രയാസം ആലോചിച്ചിട്ടാണ്. എനിക്ക് നാളൊന്നും ഒരു പണിയില്ല, ഇഷ്ടം പോലെ ഉറങ്ങാം, എത്ര സമയം ഉറങ്ങാം, വക്തിന് നീക്കാൻ, നിസ്കരിക്കുക, ഉറങ്ങാം. മാത്രമല്ല ക്ലോക്ക് ടവറിലാണ് താമസം എന്നതുകൊണ്ട് തന്നെ നടക്കാനുമില്ല, ഇറങ്ങണത് തന്നെ ഹറമിന്റെ മുറ്റത്തേക്കാണ്. ഈ ഭയങ്കര തിരക്കൊക്കെ ആയാലും അവിടെ തന്നെ നിസ്കരിക്കില്ല, എവിടെയാണോ ഉറങ്ങൽ അവിടെ തന്നെ നിസ്കാരം. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രയാസം പരിഗണിച്ചാണ് ദീർഘമായി സംസാരിക്കാത്തത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 പ്രാർത്ഥനകൾ, ആ 3 പ്രാർത്ഥനകളും ഉത്തരമുള്ളതാണ്. ലാ ശക്ക ഫീഹിന്ന. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ 3 പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് പറഞ്ഞു, 1 ദഅവത്തുൽ മദ്ലൂമി അലൽ ളാലിം, അക്രമിക്കെതിരായി അക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന. മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കപ്പെടുന്ന ഒരാൾ തന്നെ പീഡിപ്പിക്കുന്നവന് എതിരായി ചെയ്യുന്ന ദുആയുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ മറയില്ല എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 2 ദഅവത്തുൽ വാലിദൈനി അലാ വലദിഹിമാ, മക്കൾക്ക് എതിരായി മാതാപിതാക്കളുടെ പ്രാർത്ഥന. മക്കൾക്ക് ഗുണമായില്ല, എതിരായി മാതാപിതാക്കളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ മറയില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3-മതായി റസൂലുള്ളാഹി പറയുന്നത് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന് യാത്ര? ഹലാലായ ഏതു യാത്രയാണെങ്കിലും ആ യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ പല യാത്രകളും നടത്താറുണ്ട്. പരിശുദ്ധമായ മക്ക മദീനയിലേക്ക് ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്. വേറെ ചില ആളുകൾ ടൂറുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹറാമായ ടൂറുകളാണ്, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഹറാമായ രീതിയിലുള്ള ടൂറുകളാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. ഹലാലായ ഏത് ടൂറാണെങ്കിലും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പോലെയുള്ള, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പോലെയുള്ള ഹലാലായ രീതിയിലുള്ള ഏതു യാത്രക്കാരന്റെയും ദുആക്ക് ഉത്തരമുണ്ട്. എന്നാൽ നിങ്ങളൊക്കെ ഒരു യാത്ര നടത്തിയവരാണ്, നിങ്ങളൊക്കെ ചെയ്ത യാത്ര, നമ്മളൊക്കെ കേരളക്കാരാണല്ലോ, നിങ്ങൾ പ്രവാസികൾ എന്ന് പറയപ്പെടാൻ കാരണം കേരളത്തിൽ നിന്ന് നിങ്ങൾ ഈ മണ്ണിലേക്ക് യാത്ര ചെയ്തു. എന്തിനാ യാത്ര ചെയ്തത്? നമ്മൾ ചിന്തിക്കണം. വളരെ ഗൗരവമായ ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ് ഞാൻ.
നമ്മൾ യാത്ര ചെയ്തത് നമ്മുടെ സ്വന്തം ശരീരത്തിന്റെയും നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ നമ്മുടെ മാതാപിതാക്കളുടെയും ഭാര്യ സന്താനങ്ങളുടെയും ഭക്ഷണത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ ആവശ്യമായ സാമ്പത്തികം സ്വരൂപിക്കാൻ വേണ്ടിയാണ് നമ്മൾ യാത്ര ചെയ്തത്. നിങ്ങളുടെ യാത്ര അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല യാത്രയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, യാത്ര ചെയ്യാൻ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഉപജീവനാർത്ഥം യാത്ര ചെയ്തോളൂ. ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഉപജീവനത്തിന് വേണ്ടി നിങ്ങൾ യാത്ര ചെയ്തോളൂ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, അല്ലാഹുവാണ് നിങ്ങൾക്ക് ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നത്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നത് അല്ലാഹുവാണ്. ഫംശൂ ഫീ മനാകിബിഹാ, ഭൂമിയുടെ വജസ്സുകളിലൂടെ നിങ്ങൾ നടന്നു പോയിക്കോളൂ. ഭൂമിയുടെ ഏത് ഭാഗത്തേക്കും നിങ്ങൾ യാത്ര ചെയ്തോളൂ. വകുലൂ മിൻ റിസ്ഖി, അല്ലാഹു നൽകുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുകയും ചെയ്തോളൂ. പരിശുദ്ധ ഖുർആനാണ്. ഭൂമിയുടെ ഏതു ഭാഗത്തേക്കും നിങ്ങൾ യാത്ര ചെയ്ത് അധ്വാനിച്ച് ഭക്ഷണത്തിനാവശ്യമായ ഭക്ഷണം എന്നിവിടെ പറയാൻ കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രഥമമായ ആവശ്യത ഏതാ? ഭക്ഷണം തന്നെയല്ലേ? ഭക്ഷണമാണ്. ബാങ്ക് ബാലൻസ് അല്ലല്ലോ, ഇല്ല. ഒരാളുടെ പ്രഥമമായ ആവശ്യം ഭക്ഷണമാണ്. അതുകൊണ്ടാണ് ഭക്ഷണം എന്നിവിടെ പറഞ്ഞത്. നിങ്ങൾ ഭൂമിയുടെ ഏതു ഭാഗത്ത് പോയും നിങ്ങൾ സമ്പാദിച്ചോളൂ, അധ്വാനിച്ചോളൂ, എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രവാസിയും മതബോധവും എന്ന വിഷയം ഈ ആയത്തിലുണ്ട്. പ്രവാസ ജീവിതത്തിലും നിങ്ങൾ അല്ലാഹുവിനെ മറന്നു പോകരുത്, രാജാതിരാജനായ റബ്ബിനെ മറന്നു പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ യാത്ര ചെയ്യാൻ പ്രവാസികളായിക്കോളൂ, വിരോധമില്ല. എന്തിന്? നിങ്ങളുടെ കുടുംബത്തെ പോറ്റാൻ നിങ്ങൾ അന്യനാടുകളിലേക്ക് യാത്ര ചെയ്തോളൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാഫിറു, നിങ്ങൾ യാത്ര ചെയ്തോളൂ. തഗനമോ, അല്ലാഹുവിന്റെ ഐശ്വര്യം റബ്ബ് നിങ്ങൾക്ക് തരും. തഗനമോ അല്ലേ? പല ആളുകളും മുതലാളിമാരായതെങ്ങനെ? ഗൾഫിൽ വന്നിട്ടാണ്. പല ആളുകളും ധനികരായത് സ്വന്തം നാട്ടിൽ നിന്നല്ല, മറുനാട്ടിലേക്ക് യാത്ര ചെയ്തിട്ടാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചില ആൾ പറയാറില്ലേ, ഇപ്പൊ നാട്ടിലാണ് ശമ്പളം കൂടുതൽ. ശരിയാണ്, നാട്ടിൽ 1000, 800, 1000 ഒക്കെ കിട്ടും. 1000 ഉറുപ്പിക കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ 30,000 ഉറുപ്പിക കിട്ടും. നിങ്ങൾക്ക് ഇവിടെ 30,000 കിട്ടുന്നത്, പക്ഷേ റൂമിന്റെ ചെലവും ഭക്ഷണത്തിന്റെ ചെലവൊക്കെ കഴിച്ചാൽ പിന്നെ 20,000 ഉള്ളൂ. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? സാധാരണ നമ്മൾ പറയാറുണ്ട്, നാട്ടിൽ നിന്നാ ബാക്കിയാവൂല, ഗൾഫ് പോയ ബാക്കിയാവും. ആണ്, നാട്ടിൽ നിന്നാൽ അതാത് ദിവസത്തെ ചെലവായി പോകും. ഒരു കുട്ടിയുണ്ട്, വളർന്നു വരുന്നു, അവളെ കെട്ടിക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഉണ്ടാകണമെങ്കിൽ ഗൾഫിൽ പോകണം. ഒരു വീടാകണമെങ്കിൽ ഗൾഫിൽ പോകണം. പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ പൈസക്കൊരു ബർക്കത്താണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. കാരണം ഈ നാട് ഭരിക്കുന്ന സംവിധാനം, ആ സംവിധാനത്തിൽ ഹറാമായ ഒരു ഫിൽസിന് പോലുമുള്ള അനുവാദമില്ലാത്തതായിരിക്കാം അതിന്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആന്തരികമായി എന്ത് നടക്കുന്നു എന്ന കാര്യമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊണ്ട് പലരും പറയാറുണ്ട്, ചെറിയ ശമ്പളമാണെങ്കിലും സൗദിയിൽ നിന്നാണ് ഞാൻ വീടെടുത്തതെന്ന് പറയാറുണ്ട്. ദുബായി പോയ പലരും പറയാറുണ്ട്, വലിയ ശമ്പളമൊക്കെ ഉണ്ടായിട്ടും എനിക്ക് കാര്യമായൊന്നും കിട്ടിയില്ല, എന്തായി പോണത്, പൈസക്കൊരു ബർക്കത്തില്ല എന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യാത്ര ചെയ്തോളൂ എന്നല്ല. പുണ്യനബിയും പരദേശിയായി ജീവിച്ച ആളാണ്. റസൂലുള്ള ജനിച്ചതെവിടെയാണ്? ഞാൻ എന്തിനത് പറഞ്ഞത്? നിങ്ങൾ ടെൻഷനാവൊന്നും ചെയ്യണ്ട. മനുഷ്യൻ തന്നെ പ്രവാസിയാണ്. നമ്മളെ നാടിതല്ലല്ലോ. നമ്മൾ ഏതൊരു ലോകത്തായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ നിന്നാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ പിതാമഹൻ സ്വർഗത്തിലായിരുന്നു. സ്വദേശം നഷ്ടപ്പെട്ടവരാണ് നമ്മൾ.
സ്വദേശത്തേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ്. അതുകൊണ്ടാണല്ലോ മരണത്തെക്കുറിച്ച് പറയുന്ന ആയത്തിൽ എന്താ പറഞ്ഞ്, മരണത്തെക്കുറിച്ച് പറയുന്ന ആയത്തിൽ ഖുർആൻ പറഞ്ഞത് നല്ല ആത്മാവിനോട് പറയപ്പെടും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, നല്ല ആത്മാവിനോട് പറയപ്പെടുന്നത് ഇർജിഇ, നീ തിരിച്ചുവാ എന്നാണ്. തിരിച്ചുവാന്ന് പറയലെപ്പോഴാ? തിരിച്ചു വരുമെന്ന് എപ്പോഴാ പറയാ? നിങ്ങൾ കണ്ടില്ലല്ലോ. പോയാലേ തിരിച്ചു വരുമെന്ന് പറയാം, അങ്ങനെ പറയാം. നിങ്ങളോട് ഭാര്യ വിളിക്കുമ്പോൾ നിങ്ങളോട് ഭാര്യക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ ഭാര്യ പറയാറില്ലേ ഇങ്ങോട്ട് പോരി, അത് അവിടെ നിന്ന് അതുകൊണ്ട് അങ്ങോട്ട് പോരി, അങ്ങനെ പറയില്ലേ? നിങ്ങൾ പോയിക്കോളി എന്നാ പറയാ. അങ്ങനെ പറയുന്ന ആളുകളും ഉണ്ടാവും. എന്താ കാരണം വെച്ചാല്, എന്നോടൊരു സുഹൃത്തൊരിക്കൽ പറഞ്ഞു, സാറേ ഞാൻ ഇവിടുന്ന് 700 റുപ്യക്ക് ഓരോ ദിവസം പണിയെടുക്കുന്നുണ്ട്, എന്നിട്ടും എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങൾ ഗൾഫ് പോണോ. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചാൽ, എന്താ തറവാട് എനിക്കാണ് കിട്ടിയതുകൊണ്ട് വീടുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ഓടിന്റെ വീടൊക്കെ ഒന്ന് പൊളിച്ചിട്ട് കോൺക്രീറ്റ് ആക്കണ്ടേ, അയൽപ്പക്കത്തുള്ള വീട്ടിലെ മുമ്പിൽ ഒരു നല്ല വണ്ടി കണ്ടില്ല, അതേപോലെ ഒരു വണ്ടി നമുക്ക് വേണ്ടേ, അവിടെ നിങ്ങൾ പോയിക്കോളി. സാധാരണ അങ്ങനെ ആവൂല പറയാ. സ്നേഹനിധിയായ ഭാര്യയാണെങ്കിൽ പറയും, മതി ഇങ്ങോട്ട് പോരി. മരണസമയത്ത് പോലും പറയുന്നത് തിരിച്ചു വരൂ എന്നാണ്. അപ്പൊ നമ്മൾ തന്നെ പ്രവാസികളാണ്, മനുഷ്യൻ തന്നെ പ്രവാസിയാണ്. നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയിലും വീണ്ടും പ്രവാസികളായി. എന്തുകൊണ്ട്? ചില സാഹചര്യങ്ങളാണ്, സന്ദർഭങ്ങളാണ് നമ്മളെ പ്രവാസികളാക്കിയത് എന്ന് ഉത്ബോധന പ്രസംഗത്തിൽ ലത്തീഫ് ഉസ്താദ്, അബ്ദുൽ ലത്തീഫ് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയല്ലോ. ഞാൻ പറയുന്നത്, നിങ്ങൾ ആ കാര്യത്തിൽ വിഷമിക്കുകയേ ചെയ്യണ്ട. നോക്കൂ, നിങ്ങൾ 3-4 ഹദീസുകളെ ഞാൻ ആ വിഷയത്തിൽ പറയുന്നുള്ളൂ, എന്നിട്ട് വേഗം കടന്നു പോകണം നമുക്ക് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ആ സ്വഹാബിയുടെ പേര് ഈ നാട്ടിൽ നിന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അൽഹംദുലില്ലാഹ്, ഇന്ന് ഞാൻ വളരെ വലിയ സന്തുഷ്ടനാണ്. ആ മഹാന് നേരെ വന്ന് സലാം ചെല്ലാൻ കഴിഞ്ഞ ദിവസമാണിത്. ആ മഹാന്റെ സന്നിധിയിൽ പോയി പടച്ച റബ്ബിനോട് ദുആ ചെയ്യാൻ ലഭിച്ച ദിവസമാണിന്ന്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്നഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുനബി പറഞ്ഞു, തലബുൽ ഹലാലി ജിഹാദ്. ഭാര്യ സ്വന്തം ശരീരത്തിനും ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ഹലാലായത് മാത്രം ഭക്ഷിപ്പിക്കണം, അവർക്ക് ഹലാലായത് മാത്രം നൽകണമെന്ന ലക്ഷ്യത്തോടുകൂടെ ഹലാൽ തേടിപ്പോവുക എന്നത് ജിഹാദ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനോട് തുല്യമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാളെടുത്ത്, ആയുധങ്ങളെടുത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനോട് എതിരിടാൻ വന്ന ആളുകളോട്, അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാൻ വന്നവരോട് എതിരിടാൻ പോയ യോദ്ധാക്കളുടെ സ്ഥാനമാണ് പ്രവാസികൾക്കെന്ന്, ഹലാല് തേടി പോകുന്ന ആളുകൾക്കെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ, ഞാൻ വേഗം വേഗം പറഞ്ഞു പോകും, സമയമില്ലാത്തതുകൊണ്ട്. മഹാനായ അബൂ ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല നിയ്യത്തിൽ ഞങ്ങൾ ഇന്നല്ല, നിങ്ങൾ ഇവിടെ വന്ന അന്ന് മുതൽ തന്നെ നല്ല നിയ്യത്തിലാണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പണം സമ്പാദിക്കുന്നതെങ്കിൽ, പടച്ചോനെ എന്റെ കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്നത് ഹലാലാവണം, ഹറാമായൊരു ഫീസ് പോലും എന്റെ കുഞ്ഞുമക്കളുടെ വയറിലെത്താൻ പാടില്ല. ആ ഒരു ലക്ഷ്യത്തിലാണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത്. 1000 റിയാലേ ശമ്പളമുള്ളൂ, പക്ഷെ അയാൾ സംതൃപ്തന്. ആ 1000 ഹലാലാണല്ലോ എന്നാണ് അയാളുടെ മനസ്സിലുള്ളത്. എങ്കിൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരങ്ങളെ, രാവിലെ 8 മണി മുതൽ രാത്രി 12 മണി വരെയാണ് എന്റെ ഡ്യൂട്ടി ടൈം. നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. പുണ്യനബി തങ്ങൾ പറയുകയാണ്, മൻ ബാത വാനിയം മിൻ തലബിൽ ഹലാൽ, പകൽ മുഴുവൻ ഹലാൽ തേടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു. വൈകുന്നേരം ആകുമ്പോഴേക്ക് ആള് ക്ഷീണിച്ചുപോയി.
മൻ ബാത വാനിയം മിൻ ത്വലബിൽ ഹലാലി ബാത വല്ലാഹു അൻഹുറാൽ. അങ്ങനെ വൈകുന്നേരമാകുമ്പോഴേക്ക് ഇയാൾ ക്ഷീണിച്ചുപോയി. ക്ഷീണിച്ചയാൾ തന്റെ റൂമിൽ ചെന്ന് കിടന്നുറങ്ങുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ കുറിച്ച് പറയുന്നത് വല്ലാഹു അൻഹുറാൽ, അല്ലാഹു അയാളുടെ വിഷയത്തിൽ സംതൃപ്തനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ രാവിലെ മുതൽ ഡ്യൂട്ടി ചെയ്ത് ക്ഷീണിച്ച് രാത്രി വന്ന് ഉറങ്ങാൻ പോകുമ്പോൾ അല്ലാഹു നിങ്ങളുടെ കാര്യത്തിൽ സംതൃപ്തനാണ്. എന്തുകൊണ്ട്? ഹലാല് തേടിയുള്ള അധ്വാനമാണ് നിങ്ങളുടെ അധ്വാനമെങ്കിൽ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഹറാമായിട്ട് ഒരു ബന്ധമുള്ള ജോലി ചെയ്യാൻ പാടില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരു സ്വഹാബി വന്നു. ഹസൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ സ്വഹാബികൾ വന്നുകൊണ്ട് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ് അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയേ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്, ജോലി ഏതാണ്? ഖാല, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, കസ്ബുൽ ഹലാലി, ഹലാൽ സമ്പാദിക്കലാണ്, ഹലാൽ സമ്പാദിക്കുക. വഅൻ തമൂത വലിസാനുക റത്ബുൻ മിൻ ദിക്രില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ ദിക്റിലായി നീ അങ്ങ് മരണപ്പെടലുമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലാൽ സമ്പാദിച്ച് ദിക്റിലായി മരണപ്പെടുക എന്നത് ഏറ്റവും നല്ല അമലാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി, എന്റെ വക ഞാൻ ഒന്നും പറയില്ല കേട്ടോ, ഒന്നും ഞാൻ അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞില്ല, ചരിത്രേ പറയില്ല. ഉള്ള സമയമൊക്കെ പുണ്യനബി എന്താ നമ്മളെ പഠിപ്പിച്ചത് മാത്രമേ പറയുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ കഅബ് ഇബ്നു ഉജ്ജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ, കഅബ് റളിയല്ലാഹു അൻഹു പറയാം, ഖാല, മഹാനവറുകൾ പറയുന്നു, മർറ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുൽ, റസൂലുള്ളാഹി ഒരു ദിവസം മദീനത്ത് ഇങ്ങനെ നിൽക്കുക, റസൂലുള്ളാഹിന്റെ അടുത്തോടെ ഒരാൾ ഇങ്ങനെ നടന്നുപോയി. ഫറആ സ്വഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജലദി വനശാതി, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ ആ നടന്നു പോകുന്ന ആളെ ശ്രദ്ധിച്ചു. ഭയങ്കര ഉന്മേഷത്തിലാണ് മൂപ്പര് പോണ്. രാവിലൊക്കെ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നല്ല ഉന്മേഷത്തിൽ ഇങ്ങനെ പോവാണ്. എന്തിനാ പോണ്? ജോലി ചെയ്യാൻ പോവാണ്. അയാള് സമ്പാദിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ? രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അങ്ങനെയല്ലേ പോവാ? കുളിച്ച് ഈ സദസ്സിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കുറെ നീലക്കുപ്പായക്കാരുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റാൻ പോലും റൂമുക്ക് പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. അതെല്ലാം നിങ്ങൾ എല്ലാവരും കൂടി യൂണിഫോം ഇട്ട് വരാൻ തീരുമാനിച്ചോന്നും അറിയില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയുടെ സഹാബികൾ ഇദ്ദേഹത്തിന്റെ ഉന്മേഷവും ആവേശമൊക്കെ കണ്ടപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, ഹബീബായ നബിയേ, ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്, ഇയാൾ ഈ ആവേശവും ഉന്മേഷമൊക്കെ കാണിക്കുന്നത് നബിയെ, സഹാബികൾ അഭിപ്രായപ്പെട്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു, ഈ മഞ്ഞ മറ്റേ മുത്തവഫിന്റെ കാട്ട നിങ്ങൾ കണ്ടിട്ട് ഇനി മൂപ്പര് മഞ്ഞ ചരട് കെട്ടിയെന്ന് വിചാരിക്കരുത്. ഈ ചരട് കെട്ടുന്ന സ്വഭാവം ഉണ്ടല്ലേ, നമ്മളതല്ലേ, ഒഴിവാക്കേണ്ട സ്വഭാവമാണ് ഇത്. പിന്നെ ചരടല്ല, ഞാനേ നിങ്ങൾക്കാർക്കെങ്കിലും ചിലപ്പോൾ അങ്ങനെ തോന്നിയെങ്കിലും ഒന്ന് എഴുതിയിട്ട് തൽക്കാലം മാറ്റിവെക്കാം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു, നബിയേ, ഇയാളുടെ ഈ ഉന്മേഷവും ആവേശമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലായിരുന്നെങ്കിൽ അയാൾക്ക് എത്ര പ്രതിഫലം ലഭിക്കുമായിരുന്നു. യാ റസൂലല്ലാഹ്, അയാൾ അധ്വാനിക്കാനാണല്ലോ ഈ ആവേശം കാണിക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കേട്ടപ്പോൾ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻ കാന ഖറജ യസഅല വലദിൻ സിഗാർ, തന്റെ വീട്ടിലുള്ള കുഞ്ഞുമക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണം അല്ലേ? അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റ വലിയ കൂലിയാണ്. നിങ്ങൾ വിളിച്ചു ചോദിക്കാറില്ലേ, എപ്പാന്റെ കുട്ടിക്ക് എന്താ കുട്ടൻ്റെ? അപ്പൊ പറയും തോക്ക്, പമ്പരം, ബലൂൺ. ഇൻകാന യസഅല വലദിൻ സിഗാരിൻ, ഇൻകാന ഖറജ യസഅല വലദിൻ സിഗാരിൻ, ചെറിയ തന്റെ വീട്ടിലുള്ള ചെറിയ മക്കളുടെ ആവശ്യം നിറവേറ്റാനാണ് ഇയാൾ പുറപ്പെട്ടതെങ്കിൽ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, യോദ്ധാവിനെ പോലെയാണവൻ.
ആര്? ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻ കാന ഖറജ യസഅല നഫ്സിഹി യഅഫുഹാ വഹുവ ഫീ സബീലില്ലാഹ്. ഇനി വേണ്ട, സ്വന്തം ശരീരത്തിന്റെ ആവശ്യത്തിന് തന്നെ വേറൊരാളുടെ മുമ്പിലും കൈ കാണിക്കരുത്, യാചിക്കരുത് എന്ന ലക്ഷ്യത്തിലാണ് അയാൾ ജോലി ചെയ്യാൻ പോകുന്നതെങ്കിൽ അയാളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനെ പോലെയാണ്. അതേപോലെ വൈങ്കാന ഖറജ യസഅല അബവൈനി ശൈഖൈനി കബീറൈൻ, വന്യവയോധികരായ വൃദ്ധരായ മാതാപിതാക്കൾ, വാപ്പാക്ക് ഷുഗറാണ്, ഉമ്മാക്ക് ഷുഗറും പ്രഷറുമാണ്, അവർക്ക് രണ്ടുപേർക്കും ചികിത്സക്ക് തന്നെ 5000 വേണം ഒരു മാസം. ഞാൻ നാട്ടിൽ നിന്നാലതാവൂല. വാപ്പയുടെയും ഉമ്മയുടെയും ചികിത്സ ചെലവൊപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ഈ ജോലിക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി പുറപ്പെടുന്നതെങ്കിൽ അവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെയാണെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. ഞാൻ പറയുന്നത് അധ്വാനിക്കുന്നവന് പറഞ്ഞ പ്രതിഫലം പുണ്യനബി എടുത്തു പറഞ്ഞപ്പൊക്കെ എടുത്തു പറഞ്ഞത് യോദ്ധാവിനോടാണ് അവൻ ഉപമിച്ചത്. ആരാ യോദ്ധാവ്? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് മരിച്ചും ഷഹീദായ ആളുകൾ മരിച്ചവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ആ യോദ്ധാക്കളോടാണ് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രതിഫലത്തിലും അതേപോലെ അല്ലെങ്കിലും അവരോടാണ് പുണ്യനബി ഹലാല് സമ്പാദിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചത്. ഞാൻ നിങ്ങളോട് പറഞ്ഞതറിയോ, നല്ല ലക്ഷ്യത്തിൽ ഹലാലായ സമ്പാദനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ യോദ്ധാക്കളോട് സമമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാ യോദ്ധാക്കൾ? ജീവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലി കഴിപ്പിച്ചവരാണ്, ജീവൻ അല്ലാഹുവിന് വേണ്ടി നൽകിയവരാണല്ലോ യോദ്ധാക്കൾ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരാൾ ഇനി പ്രവാസിയായി മരണപ്പെട്ടു എന്ന് തന്നെ വെക്കുക. ഒരാൾ പ്രവാസിയായി മരണപ്പെട്ടാൽ അയാൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് നൽകുന്ന വാഗ്ദത്തം എന്താണ്? അയാൾ ഉഖറവിയായ ഷഹീദാണെന്നാണ്. ഒരാൾ പ്രവാസിയായിട്ട് മരിച്ചു നോക്കുക, നാട്ടിൽ പോയിട്ട് റിട്ടയർമെന്റ് ആയി മരിച്ചതല്ല, ഇവിടെ നിന്ന് മരണപ്പെട്ടതാണ്. അയാളുടെ പ്രതിഫലം ഉഖറവിയായ ഷഹീദിന്റെ കൂട്ടത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാറൂൻ ഇബ്നു അൻതറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. മഹാനവർകളുടെ പിതാവാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ചോദിച്ചു, മാ തഅദ്ദൂന ഷഹീദ ഫീകും, ഷഹീദിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ സ്വഹാബ എന്ന് ചോദിച്ചു. ഷഹീദ് ആരാണ് സ്വഹാബ? ആരാണ് സ്വഹാബ? രക്തസാക്ഷി. പുണ്യനബി ആരോട് ചോദിച്ചു? സ്വഹാബികളോട് ചോദിച്ചു. കൊല്ലാപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് മൻ ഖുതില ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ച ആളാണ് നബിയെ ഷഹീദ് എന്ന് സ്വഹാബികൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഖാല ഇന്ന ശുഹദാ ഉമ്മത്തി ഇദൻ ലഖലീൽ, അങ്ങനെയെങ്കിൽ എന്റെ ഉമ്മത്തിലെ ശുഹദാക്കൾ വളരെ വിരളമായിരിക്കുമല്ലോ. എന്നിട്ട് പുണ്യനബി പറഞ്ഞു, മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ച ആൾ ഷഹീദാണ്. വൽ മുതറദ്ദി ഷഹീദുൻ, ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ച ആളും ഷഹീദാണ്. ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് വീണു, പൈൻ്റടിക്കാൻ വേണ്ടി ബിൽഡിങ്ങിന് മുകളിൽ കയറിയതാണ്, കാലി തന്നെ താഴേക്ക് വീണു, ഫഹുവ ഷഹീദുൻ, അയാളും ഷഹീദാണ്. പ്രസവ സംബന്ധമായ രോഗം കാരണം ഒരു പെണ്ണ് മരിച്ചുപോയാൽ ആ പെണ്ണ് മുഹറവിയായ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. സൗദി അറേബ്യയിൽ തന്നെ ഇന്നലെ ഒരു 3-4 കൊല്ലം മുമ്പ് റിപ്പോർട്ട് വന്നത്, ഏതോ ഒരു സ്ഥലത്ത് മാന്തി വെക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ഒരു ഖബർ കണ്ടു. ആ ഖബറിലെ മയ്യത്തൊന്നും സംഭവിച്ചിട്ടില്ല. കഫം കൂടെ നീക്കി നോക്കുമ്പോൾ ഒരു പെണ്ണിന്റെ സ്ത്രീയുടെ മയ്യത്താണ്. ഇവിടുത്തെ സൗദിയിലെ പണ്ഡിതന്മാർ പറഞ്ഞല്ലോ, പ്രസവ സംബന്ധമായ രോഗം കാരണം മരിച്ച പെണ്ണാവാൻ സാധ്യതയുണ്ടെന്നായിരുന്നു റിപ്പോർട്ട്. ഞാൻ വായിച്ചത് ഓർക്കുന്നു, ഇപ്പോഴും ഒരു 3 കൊല്ലം മുമ്പാണ്.
സൗദിയിലെ പണ്ഡിതന്മാർ നിങ്ങൾക്കറിയാലോ, നമ്മൾ പറയുന്ന പലതും നടക്കാത്ത നാടാണുള്ളത്. മനസ്സിലായില്ലേ? നമ്മൾ പറയുന്ന അങ്ങനെ പറയാനേ പറ്റുള്ളൂ. സ്വതന്ത്രമായി പ്രസംഗിക്കണമെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ പോകണം. ഇക്ബാൽ പറഞ്ഞ മാതിരി, ഇക്ബാൽ പറഞ്ഞില്ലേ, എന്തൊരു വാക്കാണ്. സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ ഹം ബുൽബുലേ ഹേ ഇസ്കേ ഹേ ഗുൽശിതാൻ ഹമാരാ സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ. എല്ലാ രാജ്യത്തെക്കാളും നല്ല രാജ്യം ഹിന്ദുസ്ഥാൻ ഹമാരാ, ഇന്ത്യയാണ്. അത് പഠിക്കണം എന്ന് എനിക്കും തോന്നി. ഇക്ബാൽ എന്റെ പറഞ്ഞു, ഇക്ബാല പറഞ്ഞത് ശരിയായില്ലല്ലോ. പക്ഷെ ചില ഗൾഫ് രാജ്യത്തൊക്കെ പോയപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇക്ബാൽ പറഞ്ഞത് ശരിയാണ്. ഇന്ന് വരെ അസർ നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ന പള്ളി തുറന്നു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വേഗം പോയാൽ നിസ്കരിക്കണം. 24 മണിക്കൂറും പള്ളി തുറന്നിടുന്ന നാട് നമ്മളെ നാടാണ്. നമുക്ക് തിരിഞ്ഞിട്ടില്ല, ചിലർക്ക് തീരെ തിരിഞ്ഞിട്ടില്ല. ഓല് പറഞ്ഞ നമ്മളെ നാട്ടിൽ യാതൊരു സൗകര്യ സുഖവും ഇല്ലാന്ന്. ആ സുഖം ലോകത്ത് വേറെ എവിടെയില്ല. അള്ളാഹു സമാധാനം നിലനിർത്തി തരട്ടെ. ഞാൻ പറയുന്നത് സൗദിയിലെ പണ്ഡിതന്മാർ പറഞ്ഞത് അത് പ്രസവാനന്തരമുള്ള വല്ല രോഗവും കാരണം മരിച്ച പെണ്ണാവാൻ സാധ്യതയുണ്ട്. കാരണം ഉഹറവിയായ ഷഹീദാണ്. പ്രസവ സംബന്ധമായ രോഗം കാരണം മരിച്ച പെണ്ണും ഷഹീദത്താൻ. മുങ്ങി മരിച്ച ആളും ഷഹീദാൻ. ഷഹീദുൻ, ദീർഘകാലം ഉള്ള ചുമയും പനിയും പിടിപെട്ട് മരിച്ച ആളും ഷഹീദാൻ. നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ലെൻസിന് ക്യാൻസർ എന്നൊക്കെ പറയല്ലേ. ഏത് രോഗത്തിന് ചുമ വരല്? ക്യാൻസർ. ലെൻസിന് ക്യാൻസർ ഉണ്ടാകുമ്പോൾ ചുമ വരും അല്ലെ, ടിവിക്ക് വരും. ദീർഘകാലമുള്ള ചുമ കാരണം ആ ചുമയും പനിയും പിടിപെട്ട് മരിച്ച ആളും ഷഹീദാൻ. വെന്തു മരിച്ച ആളും ഷഹീദാൻ. കരിഞ്ഞു മരിച്ചു, തീ വെന്തു മരിച്ച ആളും ഷഹീദാൻ. ഈ കേൾക്കണേ, ഒരാൾ പ്രവാസിയായിരിക്കെ മരിച്ചുപോയാൽ അയാളും ഉഖറവിയായ ഷഹീദാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ പ്രവാസിയായിട്ട്, പക്ഷെ നിങ്ങൾ അങ്ങനെ ദ്വാരക്കണ്ടേ, നിങ്ങളെ കുട്ടികളും മക്കളും ഒക്കെ വിഷമിച്ചു. ഒരാൾ പ്രവാസിയായിരിക്കെ മരിച്ചുപോയാൽ അയാളും ഷഹീദാൻ. എങ്ങനത്തെ പ്രവാസി? എങ്ങനെങ്കിലും ജീവിക്കുന്ന പ്രവാസിയല്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിന്റെ ദീന് അക്ഷരം പ്രതി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രവാസി. അങ്ങനെയുള്ള പ്രവാസിയും ഷഹീദാൻ. ഏത് പ്രവാസി? ഞാൻ പറഞ്ഞല്ലോ, ഹലാല് സമ്പാദിക്കണമെന്ന് ലക്ഷ്യമുള്ള പ്രവാസി. ഒന്നതാണ്, പണം ധാരാളം ഉണ്ടാക്കണതല്ല, പൈസ എങ്ങനെങ്കിലൊക്കെ ഉണ്ടാവും. പണം എങ്ങനെയായാലും പണമുണ്ടാവണം എന്നല്ല, എന്റെ കയ്യിലെത്തുന്ന ഓരോ ഫീസും അല്ലാഹുവിന് ഇഷ്ടമുള്ളതാവണം എന്ന് ചിന്തിക്കുന്ന പ്രവാസി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ സമ്പാദിച്ച് ചെലവഴിക്കുന്ന ഓരോ തുണ്ട് കാശും അയാളുടെ പേരിൽ സ്വതക്കയായി രേഖപ്പെടുത്തപ്പെടും. നിങ്ങൾ ഭാര്യയ്ക്ക് മാസാമാസം അയച്ചു കൊടുക്കുന്ന 2000 ഹലാലാണോ നിങ്ങളുടെ പേരിൽ, അത് സ്വതഖയായി രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അൻഫഖ അലാ നഫ്സിഹി നഫഖതൻ യസ്തഇഫു ബിഹാ ഫഹിയ സ്വതഖ. ഒരാൾ ഹലാല് സമ്പാദിച്ചിട്ട് സ്വന്തം ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അതിൽ നിന്ന് അയാൾ എന്തു ചെലവഴിച്ചാലും അയാൾക്കത് സ്വതഖയായി അല്ലാഹു രേഖപ്പെടുത്തും. വമൻ അൻഫഖ അലാ ഇംറഅതി, ഒരാൾ തന്റെ ഭാര്യയുടെ ആവശ്യം നിർവഹിച്ചു കൊടുത്തു. ഇത് ഭാര്യയ്ക്ക് നല്ലൊരു പർദ്ദ വാങ്ങി അയച്ചു കൊടുത്തു, അയാൾക്കത് സ്വതഖയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഹ്ലി ബൈതിഹി വഹിയ സ്വതഖ. തന്റെ കുടുംബത്തിന്റെ ആവശ്യം ഒരാൾ നിർവഹിച്ചു കൊടുത്തു, അയാൾക്ക് സ്വതഖയാണ്. നിങ്ങളെ കുടുംബത്തിൽ അമ്മാവന്റെ മോളെ കല്യാണം കഴിക്കണ്ട്, 5000 നിങ്ങൾ അയച്ചു കൊടുത്തു, നിങ്ങൾക്കത് സ്വതഖയായ അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇമാം ത്വബറാനി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ ഹലാല് സമ്പാദിച്ച് അതിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനാകട്ടെ കുടുംബത്തിന്റെ ആവശ്യത്തിനാകട്ടെ എന്ത് ചെലവഴിച്ചാലും സ്വതഖയായ അല്ലാഹു രേഖപ്പെടുത്തും. മഹാനായി നിങ്ങളിപ്പോ 2 വിഭാഗം ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും. ഒന്ന് ഓരമാതിരി ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, മറ്റൊന്ന് കൈത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ ഉച്ചക്ക് രാത്രി ഭക്ഷണം കഴിച്ചത് അങ്ങനെയുള്ള ഒരാളിൽ നിന്നാണ്. മൂന്നാമത്തെ വിഭാഗം കച്ചവടക്കാരുണ്ടാവും, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചത് അങ്ങനെ ഒരാളെ വീട്ടിൽ നിന്നാണ്. അവർക്കൊക്കെ അല്ലാഹു സ്വർഗീയ ഭക്ഷണം കൊടുക്കട്ടെ. രാത്രി ഭക്ഷണം കഴിച്ച വീട്ടിൽ പോയി നോക്കുമ്പോൾ 3 ചങ്ങായിമാരും കൂടി ഒരുമിച്ചാണ് താമസിക്കണം. അപ്പൊ എനിക്ക് മനസ്സിലായി
ഓൽക്ക് ഒരു ഫ്ലാറ്റ് എടുക്കാൻ ഒരാൾക്ക് കഴിയാത്തതുകൊണ്ടാണല്ലോ ഞാൻ ആ കഷ്ടപ്പാടപ്പം ഇന്ന് മനസ്സിലാക്കിയത്. അള്ളാഹു ഐശ്വര്യം നൽകട്ടെ, റബ്ബിന്റെ ഐശ്വര്യം. ഞാൻ മാത്രമല്ല, പ്രവാസികളുടെ പ്രയാസം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ അവർകൾ നേതൃത്വം കൊടുത്തിരുന്ന ഒരു സ്ഥാപനമുണ്ട്, ഇസ്ലാമിക് സെന്റർ ആക്കോട് എന്ന് പറയും. ആദ്യ സമയത്ത് അതിന്റെ സ്ഥലം വാങ്ങാൻ വേണ്ടി എല്ലാവരും കൂടി ദുബായിക്ക് പറഞ്ഞയച്ച സമയത്ത് ഞാൻ ഒരു മാസം ദുബായിൽ നിന്നിട്ടുണ്ട്. ഒരു മാസം ഞാൻ ദുബായിൽ ഒരു റൂമിലാണ് നിന്നത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാനത് മറന്നിട്ടില്ല. ദുബൈയിൽ ഒരു മാസം ദൈറയിലെ റൂമിൽ നിന്നു. അപ്പോൾ ഒരാൾ നാട്ടിൽ പോയിരുന്നു. അപ്പൊ അയാളെ സീറ്റ് കിട്ടിയത് എനിക്ക്. എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ സീറ്റാണ്, വേറെ കടന്നോളിയെന്ന്. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഒരാൾ എന്നെ ഉപദേശിച്ചത്. ഒരാളിനോട് പറഞ്ഞു, ഡോറ് മെല്ലെ തുറക്കാവൂന്ന്. വന്ന അന്ന് തന്നെ എന്നോട് പറയണത് മോശമാണെന്ന് കരുതിയിട്ടാവും. 2 ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഡോറ് മെല്ലെ, നമുക്കിത് അറിയില്ലല്ലോ, ഡോറ് മെല്ലെ തുറക്കാവൂ. എന്നോട് പറഞ്ഞു, ഇവിടെ ഞാൻ ആ റൂമിന്റെ അകത്ത് കയറി നോക്കുമ്പോൾ അട്ടിക്ക ബെഡ്, 3 അട്ടി ബെഡാ. എന്നോട് പറഞ്ഞു, ഇവിടെ എല്ലാ സമയത്തും ഉറങ്ങണ ആളുകളുണ്ടാവും, കാരണം ഡ്യൂട്ടിക്കനുസരിച്ച് ആളുകൾ വന്ന് ഉറങ്ങലാണ്. അപ്പൊ ഡോറും എല്ലാം തുറക്കാവും. ചില ആളുകൾ ശബ്ദം കേട്ട ഉറക്ക് വരാത്തവരുണ്ട്. ഇന്നലെ മഞ്ഞാന്ന് നിങ്ങളോട് പറയാത്തതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ ആള്, നിങ്ങൾ വന്നപാട് എന്നെ ആയതുകൊണ്ടാണ് നിങ്ങളോട് പറയാതിരുന്നത്. എന്നോട് പറഞ്ഞു, ഈ റൂമിൽ നിങ്ങൾ ലൈറ്റ് ഇടരുത്. ഒരു മാസം ഞാൻ ആ റൂമിൽ കടന്നപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ആ റൂമിൽ വെളിച്ചം കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ₹1 എത്ര വിലയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയാം. ഈ യാത്രയിൽ ഞാൻ തിരിച്ചറിയാം. ഞാൻ പ്രവാസികളുടെ നാട്ടിൽ ക്ലാസ് എടുക്കുമ്പോൾ പ്രവാസികളുടെ ഭാര്യമാരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഭർത്താവിന്റെ കൂടെ ഒന്ന് പോകണം ഗൾഫിക്ക്. അവർ നിങ്ങൾക്ക് അയച്ചിരുന്ന ₹1 വില നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളതൊന്ന് കാണണം എന്ന് പറയാറുണ്ട്. എന്നോട് പറഞ്ഞു, ലേറ്റ് ഇട്ടത് ഒരു മാസവും ലേറ്റ് കണ്ടിട്ടില്ല ആ റൂം. എന്നോട് പറഞ്ഞു, നിങ്ങൾ കട്ടിലിൽ പോയിട്ട് ഇരിക്കുമ്പോൾ മെല്ലെ ഉറക്കം ഇരിക്കരുത്, മെല്ലെ ഇരിക്കണം. കാരണം കട്ടിലിൽ ഇരിക്കുമ്പോൾ ഗിർ വരും. ഇരുമ്പിന്റെ കട്ടിലാണ്. ശബ്ദമുണ്ടാകുമ്പോൾ അടുത്ത് കിടക്കുന്ന ആൾ ഉണരും. ഞാൻ ഓർക്കുകയാണ്, ഞാൻ മറന്നിട്ടില്ല. ഷാർജയിൽ ഞാൻ പോയപ്പോഴാണ് അവിടെ 2 ആഴ്ച എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എടച്ചലമുള്ള സൈദലവി എന്ന സഹോദരന്റെ റൂമിൽ ഞാൻ കടന്നുറങ്ങിയപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ആ റൂമിൽ ഒരു സഹോദരൻ എല്ലാ ദിവസവും രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് അയാളുടെ കാലിന് നേരെയുള്ള ചുമരിൽ 4 പേരുടെ ഫോട്ടോ അയാൾ പതിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇതാരാ? എന്നോട് പറഞ്ഞു, ഇതിന്റെ ഭാര്യയാണ്, മറ്റതെന്റെ 3 മക്കളാണ്. 2 കൊല്ലത്തിൽ എനിക്ക് 60 ദിവസമാ ലീവ് കിട്ടാറുള്ളത്. എന്റെ മക്കളെ കണ്ട് പൂതി തീരാതെ ഞാൻ തിരിച്ചു വരാറുള്ളത്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും കടന്നുറങ്ങുമ്പോൾ എന്റെ പൊന്നു ഭാര്യയും മക്കളെയും നോക്കിയിട്ട്, അവരെങ്ങനെ നോക്കിയിട്ട് ഞാനങ്ങ് ഉറങ്ങലാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ അതിൽ നിന്ന് തിരിച്ചറിഞ്ഞു, നിങ്ങളുണ്ടാക്കുന്ന ₹1 വിലയെന്ത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് യാത്രയിലാണ്. പക്ഷെ ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാം, നിങ്ങൾ വിഷമിക്കണ്ട. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ ഓരോ ചലനത്തെയും പുണ്യനബി ഉപമപ്പെടുത്തിയത് ശുഹദാക്കളോടാണ്, ഷഹീദിനോടാണ്. എന്തിനേറെ നിങ്ങളുടെ മരണം വരെ പ്രവാസിയായിട്ടാണ് നിങ്ങൾ മരിച്ചു പോകുന്നതെങ്കിൽ അപ്പോഴും പുണ്യനബി പറഞ്ഞത് ഷഹീദാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. പുണ്യനബി പറഞ്ഞല്ലോ, ശ്രദ്ധിക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ തആല യുഹിബ്ബുൽ അബ്ദൽ മുഹ്തരിഫ്. കൈ തൊഴിൽ ചെയ്യുന്ന ആളുകളോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ, ഹലാല് സമ്പാദിക്കാൻ വേണ്ടി കൈകൊണ്ട് അധ്വാനിച്ച് ജോലി ചെയ്യുന്ന, കൈ തൊഴിൽ ചെയ്യുന്ന ആളുകൾ, വഇന്നല്ലാഹ തആല യുഹിബ്ബുൽ അബ്ദൽ മുഹ്തരിഫ്, അങ്ങനെയുള്ള ആളോട് റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. ഇതൊരു ഹദീസാ, പൊന്നുപോലോത്ത ഹദീസുകൾ. ഞാൻ ഈ വിഷയം ഇതുവരെ നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഇന്നലെ ഞാനൊന്ന് വായിക്കണം എന്ന് കരുതിയപ്പോൾ ഇന്നലെ വേറെ ചില കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കേണ്ടി വന്നതുകൊണ്ട് കഴിഞ്ഞില്ല. ഞാൻ 1 മണിക്കൂർ ഇരുന്നിട്ട് എന്റെ അടുത്തുള്ളൊരു പുസ്തകം, എന്റെ ഒരു കിതാബുണ്ട്, ആ കിതാബൊന്ന് ഞാൻ മറിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി, നിങ്ങളുടെ 10 ദിവസം വാഴ്ന്നു പറഞ്ഞാലും തീരാത്ത അത്രയും വലിയ മഹത്വമാണ് പ്രവാസികൾക്ക് ഞാൻ വായിച്ചു പോയ ഹദീസിലൂടെ എനിക്ക് കാണാനും കഴിഞ്ഞത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വഇന്നല്ലാഹ തആല യുഹിബ്ബുൽ അബ്ദൽ മുഹ്തരിഫ്, അല്ലാഹുവിന് വലിയ ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. നിങ്ങളെ കൂട്ടത്തിൽ ഗാരേജിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്, അവർ ഇരുമ്പുമായിട്ടാണ് അവരുടെ ബന്ധം, അല്ലെ? ഇരുമ്പുമായിട്ടാ ബന്ധം. ഇരുമ്പുമായി ബന്ധമുള്ള ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആരാണത്? മഹാനായ ദാവൂദ് അലൈഹിസ്സലാം. കാന യഅമലുൽ ഖഫാഫ്. ദാവൂദ് നബി അലൈഹിസ്സലാം അങ്കി ഉണ്ടാക്കും. ഇരുമ്പ് കൊണ്ട് അങ്കി ഉണ്ടാക്കിയിട്ട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഉപജീവനം നടത്തിയ ആളായിരുന്നു ദാവൂദ് അലൈഹിസ്സലാം. എന്ന് പറഞ്ഞാൽ ദാവൂദ് നബി കൊല്ലപ്പണി എടുത്ത ആളാണ്.
നമ്മക്ക് നാട്ടിൽ കൊല്ലപ്പണി എന്നൊരു മോശല്ലേ. കാന നൂഹ് അലൈഹിസ്സലാം നജ്ജാറ. എന്നോട് ഇവിടെ വന്നപ്പോ എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞു, ഉസ്താദേ ഇവിടെ വലിയ ബടാ ബടാ ആളുകളൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഓല് പറഞ്ഞു. ബടാ ബടാ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞോ, വലിയ വലിയ ബിസിനസ്സുകാരൊന്നുമില്ല, ഒക്കെ സാധാരണക്കാര്, സാധാ ജോലി ചെയ്യും. മതി. റബ്ബിന് വലിയ ഇഷ്ടം സാധാരണക്കാരോടാ. കാന നൂഹ് അലൈഹിസ്സലാം നജ്ജാറ. നൂഹ് നബി അലൈഹിസ്സലാം ആശാരിയായിരുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ നാട്ടിൽ ആശാരിപ്പണി വേറൊരു കൗമിന് റിസർവ് ചെയ്തതാണ്. കൊല്ലപ്പണി ഒരു കൗമിന് റിസർവ് ചെയ്തതാണ്. ഇതൊക്കെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു പഠിപ്പിച്ചതിന് അതിന്റെ മഹത്വം ഞമ്മക്ക് ആ വിഷയത്തിലൊന്നും മടിയില്ലാതിരിക്കാനാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സുലൈമാൻ നബി അലൈഹിസ്സലാം പാത്രം നിർമ്മിക്കുന്ന ആളായിരുന്നു, പാത്രം നിർമ്മിക്കാറുണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ കോശവന്മാരെ പണിയാണ് ഞാൻ പറയുന്നത്. കൈ തൊയ്പ്പിന് വലിയ ഇഷ്ട. ഏറ്റവും നല്ല പണമേതാണ്? ഏറ്റവും നല്ല പണം കൈകൊണ്ട് അധ്വാനിച്ചു തന്റെ കയ്യിലേക്ക് വരുന്ന പണമാണ് ഏറ്റവും നല്ല പണം. നമ്മളെ നാട്ടിലൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് അളന്ന് നടന്നിട്ട് പൈസ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നോക്കണം. ചിരിഞ്ഞില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. മനസ്സിലായോ എന്തായാലും പറയല്? എന്തായാലും പറയല്? തെക്ക് വെക്ക് നടക്കുക. അതെ, അങ്ങനെ റോട്ടിൽ അധ്വാനമൊന്നും ഇല്ലാതെ പൈസ ഉണ്ടാക്കണെന്ന് പറയാം. റിയൽ എസ്റ്റേറ്റ് അതന്നെ. നിങ്ങൾ അങ്ങനെ പറയാം. അധ്വാനമൊന്നുമില്ല. എന്നാൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പണം എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി അതേപോലെ കച്ചവടം നല്ല പണിയാണ്. നല്ല പണിയാണ്. നല്ല പണിയാന്നല്ല, ഉണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അത്താജിറു സദൂഖുൽ അമീൻ മഅ ശുഹദാഇ യൗമൽ ഖിയാമ. അത്താജിറു സദൂഖുൽ അമീൻ. സദൂഖ് എന്നുള്ള വാക്കിന് പരിഭാഷ പറയാൻ മലയാളത്തിൽ വാക്കില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ആ പദത്തിന് പരിഭാഷ പറയാൻ മലയാളത്തിൽ വാക്കില്ല. അത്താജിറു സദൂഖുൽ അമീൻ, നിർമ്മലമായി സത്യം പറയുന്ന കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കഴിയുമോ നിങ്ങൾക്കറിയില്ല. അത്താജിർ കച്ചവടക്കാരൻ. നിർമ്മലമായി ഖിയാമത്ത് നാളിൽ അയാളുടെ സ്ഥാനം ശുഹദാക്കളോടുകൂടെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏത് ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ ഒക്കെ ഷഹീദ് ഷഹീദ് ഷഹീദ്. എന്താ കാരണം? അത്ര നിർമ്മലമായി കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പോയി ഷഹീദിനെ കിടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? ചൈനയിൽ നിന്ന് സാധനം ഇറക്കുക, അതിന്റെ സ്റ്റിക്കർ മാറ്റുക, മെയ്ഡ് ഇൻ ജപ്പാൻ എന്നാക്കുക. അറബി വന്ന് ചോദിക്കും, ഏത് മെയ്ഡാ? യാബാനി, അമരീക്കി, ബരീത്താനി. അപ്പൊ പറയാം ഷുഫ് തഹത്ത് മക്തൂബ്, താഴെ എഴുതി വെച്ചിട്ടുണ്ട്. താഴെ എന്താ എഴുതിയത്? താഴെ എഴുതിയത് സുനിയ ഫി യാബാൻ. അത്താജിറു സദൂഖുൽ യമീൻ മഅ ശുഹദാഇ യൗമൽ ഖിയാമ. നിർമ്മല സത്യം എന്ന് ഞാൻ പറയണമെങ്കിൽ, ആ വാക്ക് വിശദീകരിച്ചു തരണമെങ്കിൽ നമ്മൾ ഏതൊരു മഹാനെ ആദരിച്ചാണോ KIC-യിൽ നിങ്ങൾ അംഗങ്ങളായത്, മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ, അല്ലാഹു ആ മഹാനുഭാവന്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. നിർമ്മല സത്യം എന്ന് പറയണമെങ്കിൽ കണ്ണിയത്ത് ഉസ്താദ് എടുത്ത് പറഞ്ഞു തരും. നിങ്ങൾ മരക്കച്ചവടം ചെയ്തല്ലോ, മരക്കച്ചവടം ചെയ്ത് പൊട്ടിപ്പോയി. എന്താ കാരണം? മരക്കച്ചവടം ചെയ്യും, മരം വാങ്ങാൻ വരുന്ന ആളോട് പറയുക, ഇവിടെ ചെറിയൊരു കുത്തുണ്ടേ, ഇത് എളുപ്പങ്ങൾ മുറിച്ചു നോക്കിയാൽ വലിയ പൊള്ളയായിരിക്കാൻ സാധ്യതയുണ്ട്. ആരാ മരം വാങ്ങാ? ആരോ പറഞ്ഞു ഉസ്താദിനോട്, ഉസ്താദ് എങ്ങനെ കച്ചവടം ചെയ്താൽ പൊട്ടിപ്പോവല്ലോ. അപ്പൊ പറഞ്ഞു, അവിടുത്തെ കച്ചവടത്തിൽ പൊട്ടാതിരുന്നാ മതി. ഭൂമിയിലെ കച്ചവടം പൊട്ടി, വമ്പൻ നഷ്ടമായി, കച്ചവടം നിർത്തി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, മുസ്തഫ എവിടെ പോയി? മുസ്തഫ ഇത് ലൈവ് DC ആയതാണ്, കഴിഞ്ഞതാണോ? ഞാനൊന്ന് പുറത്തു പോയിരുന്നു. ഹലോ, മുസ്തഫ ശബ്ദം കേൾക്കുന്നുണ്ടോ? മുസ്തഫ ലൈവ് DC ആയതാ? ശരി, ഓക്കെ. ഇനി ഒരു ലൈവ് തിരിച്ചു വരുമോ? ഒരു ലൈവ് മുസ്തഫ അവിടെ മുസ്തഫ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? എന്നെ ശബ്ദം കേൾക്കുന്നുണ്ടോ? മുസ്തഫ അബ്ദുല്ലാജി കേൾക്കുന്നുണ്ട്? അബ്ദുള്ള തോട്ടക്കാട് മൈക്ക് ഫ്രീ ആയിട്ട് കഴിഞ്ഞാൽ റേഡിയോയിലുള്ളവരൊക്കെ ഇതാവില്ലേ? ഉമർ തോട്ടക്കാട് സ്ഥലം വരും. ലൈവ് DC ആയി പോയതാന്ന് തോന്നുന്നുണ്ട്. നമ്മളിന്ന് എന്താ അദ്ദാദ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അദ്ദാദിലേക്ക് പോകണോ, എന്താ ചെയ്യേണ്ടതെന്ന് അഡ്മിന്മാരാരെങ്കിലും പറയുകയാണെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. മുസ്തഫ ഉറങ്ങിയാവറിയില്ല. മുസ്തഫ ഹലോ, എന്താന്ന് വെച്ചാൽ ഉമർ തോട്ടക്കാട് ഉസ്താദുണ്ടല്ലോ, ഉമർ തോട്ടക്കാട് ഉസ്താദ് പൈസേൻ്റെ വരും. ഉമർ തോട്ടക്കാട് ഉസ്താദ് ഉസ്താദ് ഉണ്ടാണ്. ഉമർ തോട്ടക്കാട് ഉസ്താദ് വരിക. സവാദ് ഉസ്താദിന് അദ്ദാദിലേക്ക് കിടക്കില്ല. അപ്പൊ സവാദ് ഉസ്താദെ അപ്പൊ സവാദ് ഉസ്താദ് ശബ്ദം കേൾക്കുന്നില്ലേ? നെറ്റ് സ്ലോ ആണ്, എന്താ അറിയില്ല. കേൾക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വരുന്നതെല്ലാം ശബ്ദമൊക്കെ. إلى حضرة الرحمن بنا شفينا وحبيبنا محمد مصطفى صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك أعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير.
آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهرا آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهرا آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهرا يا ربنا واعف عنا وامح الذي كان منا يا ربنا واعف عنا وامح الذي كان منا يا ربنا واعف عنا وامح الذي كان منا يا ذا الجلال والإكرام أمتنا على دين الإسلام 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 يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين أصلح الله أمور المسلمين صرف الله شر المؤمنين أصلح الله أمور المسلمين صرف الله شر المؤمنين أصلح الله أمور المسلمين صرف الله شر المؤذين يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم أستغفر الله رب البرايا ونستغفر الله من الخطايا أستغفر الله رب البرايا ونستغفر الله من الخطايا أستغفر الله رب البرايا ونستغفر الله من الخطايا أستغفر الله رب البرايا ونستغفر الله من الخطايا
فاعلم أنه لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم شرف كرم ومجد وعظم ورضي الله تعالى عن أهل بيت الطيبين الطاهرين وأصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين وعنا معهم وفيهم برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات بالعقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. لسيدنا الفقيه المقدم الشيخ محمد بن علي بعلبي وصولي وفروعي وكافة ساداتنا أهل بعلبي إن الله يولي درجاتهم وينفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك أعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ثم إلى حضرة أرواح جميع ساداتنا الصوفيتين ما كانوا وحلت أرواحهم بأن الله يولي درجاتهم وينفعنا بهم وبعلوم وأسرارهم ويلقنا بهم في لطف الخير وعافية. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك أعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ثم إلى حضرة صاحب الراتب الكبير القطب الشهير الحبيب عبد الله بن علي الحداد بعلوي وصول فروعه بأن الله يولي درجات في الجنة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك أعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
لكافة عباد الله الصالحين والوالدين ولكافة المسلمين. إن الله يغفر لهم ويرحمهم ويسكنهم في الجنة ويصلح أمور المسلمين ويكفيهم شر المؤذين ويتقبل الله منا ومنكم ويرزقنا وإياكم حسن الخاتمة عند الموت في خير ولطف وعافية. وإلى حضرة النبي محمد مصطفى صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم إنا نسألك بحق الفاتحة المعظمة والسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أدياننا وأنفسنا وأهلينا وأولادنا وأصحابنا وأحبابنا وأزواجنا وذرياتنا وأساتذتنا من كل محنة وفتنة وبؤس ومرض وضير. إنك ولي لكل خير ومتفضل بكل خير ومعت لكل خير يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. يا عالم السر منا لا تهتك ستر عنا وعافنا واعف عنا وكلنا حيث كنا. يا عالم السر منا لا تهتك ستر عنا وعافنا واعف عنا وكلنا حيث كنا. يا عالم السر منا لا تهتك ستر عنا وعافنا واعف عنا وكلنا حيث كنا. يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا رب هيئ لنا من أمر يا القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. يا حي يا قيوم أحيا القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. يا حي يا قيوم أحيا القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. بحق صلى الله على محمد صلى الله عليه وسلم. 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 اللهم صل على محمد يا رب صل عليه وسلم. صلى على المرسلين والحمد لله رب العالمين. എല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തിനും പ്രത്യേകം താഴെ ഉൾപ്പെടുത്തുക. ജിഷാന് ഇതാകണം മൈക്കിങ്ങൾ ഡീസി ആയി പോയത് ആരും ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദാദിലേക്ക് കയറി വന്നത്. പിന്നെ മൈക്ക് റിലീസ് ചെയ്ത് നിങ്ങൾ മൈക്കിലേക്ക് വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാവപ്പെട്ടവന്റെ അംശം ചേരും. പാവപ്പെട്ടവന്റെ അംശം ചേർന്നാലോ ആ ഭക്ഷണം കഴിക്കുന്നതൊന്നും കുടുംബത്തിനോ നമുക്കോ ഗുണം ചെയ്യൂല. അത് പിന്നീട് മാരകമായ രോഗങ്ങളോ ക്യാൻസറുകളോ ആയി മാറും. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സക്കാത്ത് ബാങ്കിൽ ബാലൻസ് ഉണ്ടോ? ഒരു കൊല്ലം പൂർത്തിയായാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുത്തോളും. ഈ കണക്കനുസരിച്ച് 596 ഗ്രാം വെള്ളിക്ക് സമാനമാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് നിങ്ങൾ കൊടുക്കുകയും ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പരിശുദ്ധ ഖുർആനിൽ 82 സ്ഥലങ്ങളിൽ സക്കാത്തും നിസ്കാരവും അല്ലാഹു ചേർത്തിയിട്ടാ പറഞ്ഞത്. എന്താ മഹാന്മാർ പറയുന്നത്? മഹാന്മാർ പറയാണ് അതിന്റെ അർത്ഥം സക്കാത്ത്, ഒരാൾ നിസ്കരിച്ചു സക്കാത്ത് കൊടുത്തില്ല, നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഒരാൾ സക്കാത്ത് കൊടുത്തു നിസ്കരിച്ചില്ല, എന്നാൽ അയാളുടെ സക്കാത്ത് അല്ലാഹു സ്വീകരിക്കൂല. രണ്ടും
ചേർത്തി പറയാനുള്ള കാരണം അതാണ്. ഇവിടെ കിടക്കുന്ന മഹാനുണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനവർകൾ പറയാ, പരിശുദ്ധ ഖുർആനിൽ 3 സംഗതികളുണ്ട്, 3 കാര്യങ്ങൾ. ഓരോ കാര്യത്തോടും മറ്റൊരു കാര്യത്തെ അല്ലാഹു ചേർത്തിയിട്ടാണ് പറഞ്ഞത്. ചേർത്തി പറഞ്ഞ കാര്യം ചെയ്യാതെ മറ്റേ കാര്യം അല്ലാഹു സ്വീകരിക്കില്ല. ആ പറഞ്ഞെടുത്ത് 3 കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാണ്, അഖീമുസ്സലാത്ത വആതുസ് സക്കാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഒരാൾ നിസ്കാരം നിലനിർത്തി സക്കാത്ത് കൊടുത്തില്ല, അയാളുടെ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യൂല. ഒരാൾ സക്കാത്ത് കൊടുത്തു, നിസ്കരിച്ചില്ല, അയാളുടെ സക്കാത്തും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഉംറ ഇടക്കിടക്കങ്ങൾ ചെയ്യുക. അത് ഇസ്ലാം KICRന് വേണ്ടി ഞാൻ SKICക്ക് വേണ്ടി പറയുകയില്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നണ്ട. ഉംറ നിങ്ങൾ ഇടക്കിടക്ക് ചെയ്യുക. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, റതാബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, ഹജ്ജും ഉംറയും നിങ്ങൾ തുടർച്ച ചെയ്തോളൂ. ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ, ഹജ്ജും ഉംറയും ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. നിങ്ങൾക്ക് നല്ല സുഖല്ലേ? എന്തൊരു സുഖം നിങ്ങൾക്ക്. ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ, ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കും, വദ്ദുനൂബ, ദോഷങ്ങളെയും ഇല്ലാതെയാക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരുപാട് ഗുണമുണ്ട്. ഞാൻ എല്ലാം ടച്ച് ചെയ്തു പോവുകയാണ്. പ്രവാസിയും മതബോധവും എന്നുള്ള വിഷയം ബോധമാർക്കല്ലാത്ത ആർക്കും ബോധമില്ലായികല്ല. പക്ഷേ കർമ്മങ്ങളില്ലാത്തതാണല്ലോ പ്രശ്നം. അതുകൊണ്ടാണ് ഞാനൊന്നെല്ലാം ടച്ച് ചെയ്തു പോകുന്നത്. നിങ്ങൾക്കില്ല എന്നല്ല കേട്ടോ, സാധുവായ എന്നെ ഞാൻ ആ ഗണത്തിൽ പെടുത്തുന്നുള്ളൂ. അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. നിങ്ങൾക്കില്ല എന്നല്ല ഓർമ്മപ്പെടുത്തുക. ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്കറിയുന്നതാവും, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയുമായിരിക്കും. ഞാനൊന്നെ ക്ഷണിച്ചതല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ എന്നല്ല അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോവാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, എനിക്കൊരു സുഹൃത്തുണ്ട് തിരുവനന്തപുരത്ത്, ജിസാനിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. 10-20 കൊല്ലം ജിസാനിലുണ്ടായിരുന്നു. അയാൾ ഇപ്പോഴും കരയും, അയാൾ ഹജ്ജ് ചെയ്തിട്ടില്ല. എന്നിട്ട് എന്നോട് പറയുന്ന, ഓരോ കൊല്ലം ചെയ്യാ അവസാനം എന്തോ കൂടി പ്രശ്നമായി, കഫീലൊക്കെ കൂടി പിടിക്കുന്നു പറഞ്ഞപ്പോൾ അപ്പാടെ കയറി പോകുന്നതാണ്. എന്നോട് പറഞ്ഞു, എനിക്ക് ആ 20 കൊല്ലത്തിനടുക്ക് ഹജ്ജ് ചെയ്യുന്നു, ഇപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഇനിയിപ്പോ ഞാൻ സൗദിയിൽ പോയാലും മറ്റേ ഇതിൽ കാണും, ബസ്മയിൽ കാണും, അതുകൊണ്ട് പ്രശ്നമാണ്. ജീവിതത്തിൽ തന്നെ എനിക്ക് ഹജ്ജ് ചെയ്യാനും കഴിയില്ല. ബൈനൽ ഹജ്ജി വൽ ഉംറ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അടുത്ത കാര്യം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് വരാൻ പോവാണല്ലോ. ഹജ്ജിൽ അറഫയുടെ മണ്ണിൽ അല്ലാഹുവിന്റെ ഹബീബ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്താ? പലിശയുടെ അവസാനത്തെ തൊട്ടും പുണ്യ നബി അറഫയുടെ മണ്ണിൽ കുഴിച്ചുമൂടി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ പ്രഭാഷണം നടത്തുമ്പോഴാണ് സ്വഹാബികളോട് 3 തവണ അറഫയുടെ മണ്ണിൽ ഇങ്ങനെ ആഞ്ഞ് ചവിട്ടി പുണ്യ നബി. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, പലിശയുടെ അവസാനത്തെ തൊട്ട് മകളും പലിശ കൊടുക്കാനുണ്ട്. ആരും പലിശ കൊടുക്കണ്ട, മൂലധനം മാത്രം തിരിച്ചു കൊടുത്താൽ മതി. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് മരിക്കണവരെ സ്വന്തം ഒരു വീടാക്കാൻ കഴിഞ്ഞില്ല, പലിശ എടുത്തല്ലാതെ വീടാക്കാനും കഴിയുന്നില്ല. വീട് വേണ്ടെന്ന് വെച്ചേ നിങ്ങൾക്ക് സ്വയം ഒരു കച്ചവടം തുടങ്ങണോ? നിങ്ങൾ പലിശക്ക് പണം വാങ്ങേണ്ടി വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ കച്ചവടമല്ല നല്ലത്, കേവലം ഒരു തൊഴിലാളിയായി പണിയെടുക്കലാണ്. എന്തുകൊണ്ട്? അത്ര വലിയ അള്ളാഹുവിന് അത്ര വലിയ ദേഷ്യമുള്ള ഒരു സംഗതിയില്ല. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ എടുത്തു നോക്കിയാൽ കാണാം, ദീർഘമായ കാര്യം പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, പലിശയെക്കുറിച്ച് പറയുമ്പോ ഒക്കെ ഖുർആൻ ഉപയോഗിച്ചൊരു പദം എന്താ പറയുക? ഇത്തഖുല്ലാഹ്, അള്ളാഹനെ സൂക്ഷിക്കണം, അള്ളാഹനെ സൂക്ഷിക്കണേ. അതിന്റെ കാരണം അറിയൂ? ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അതാ ഇങ്ങനായ പിന്നെ അങ്ങനെ ആവോ? അതിങ്ങനായ മറ്റേക്കായാലും അങ്ങനെ ആവൂലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ. ഞാൻ സമയമില്ലാത്തോണ്ടാ പറഞ്ഞത്, ഞാൻ ഇപ്പൊ നിർത്താൻ പോവാണ്. അങ്ങനെ മസല പറയല്ലോ, അപ്പൊ അങ്ങനെ ആവുമ്പോ പലിശ ആവില്ലല്ലോ എന്നൊക്കെ പറയും. ഈ പലിശയെ കുറിച്ച് പറഞ്ഞിടത്ത് മുഴുവൻ കാണാം ഇത്തഖുല്ലാഹ്. എന്താ തഖ്വ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ച എന്താ തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ തർക്കുമാ ലാ ബിഹി ബഅസുൻ ഹദറൻ മിമ്മാ ബിഹി ബഅസുൻ. തിരിഞ്ഞില്ല. തർക്കുമാ,
ഒരു കാര്യത്തെ ഒഴിവാക്കുക. തർക്കുമാ ലാബിഹി ബഅസുൻ, അത് ചെയ്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ ചെയ്താൽ കുഴപ്പമില്ലാത്തൊരു കാര്യം ഒഴിവാക്കുക. ഹദറൻ മിമ്മാ ബിഹി ബഅസുൻ, അത് ചെയ്യുന്നത് മുഖേന മറ്റൊരു കാര്യം ഹറാമായത് വന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് ഈ ഹലാലായ കാര്യം ഒഴിവാക്കലാണ് തഖ്വ. ഈ തഖ്വ പറഞ്ഞിട്ടാണ് പലിശയെക്കുറിച്ചുള്ള അധിക ആയത്തും അല്ലാഹു തുടങ്ങിയതോ അവസാനിപ്പിച്ചതോ. നോക്കൂ നിങ്ങൾ, അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ പലിശയുടെ ബാക്കിയുള്ളതും നിങ്ങൾ ഒഴിവാക്കണം. വദറൂ മാ ബഖിയ മിനർ റിബ, പലിശയുടെ ഒരു ചെറിയ അംശം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. വല്ലാത്ത വർത്താനല്ലേ. എന്നിട്ട് പിന്നെ പറഞ്ഞത് എന്താ? ഫഇല്ലം തഫഅലൂ ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, ഫഇല്ലം തഫഅലൂ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലേ, ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറാവണം. ഔ, വല്ലാത്തൊരു വർത്താനം. അല്ലാഹു പറയാൻ വേറെ ഒരു കാര്യത്തിന് ഇത് പറഞ്ഞിട്ടില്ല. നിസ്കാരം ഒഴിവാക്കുന്നിടത്ത് അള്ളാഹുവിനോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞിട്ടില്ല. നോമ്പ് ഒഴിവാക്കുന്നിടത്ത് അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പലിശയുമായുള്ള ഇടപാടുകൾ നടത്തുന്നവനാണോ, അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിൽ നിന്നുമുള്ള യുദ്ധം നിങ്ങൾ കാത്തുകഴിയണം. നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ തയ്യാറാവണം. ഭയങ്കരാണ് വർത്തമാനം. അള്ളാഹു പുറത്തു തരട്ടെ. നാട്ടിൽ പോവാ, ഒന്നായിട്ട് 8 ലക്ഷം കൊടുത്ത് വണ്ടി എടുത്താൽ ഉസ്താദെ ഇൻകം ടാക്സുകാർ തെരഞ്ഞിരുന്നു. കണക്ക് കാണിക്കേണ്ടി വരും. കണക്ക് കാണിക്കണ്ടെന്ന് ആരാ പറഞ്ഞേ? അങ്ങനെ ഉണ്ടോ? കണക്ക് കാണിക്കാൻ പാടില്ല. നിങ്ങളൊന്നും ഉണ്ടാത്തെ ഉണ്ടോ? നിങ്ങൾ ഉറങ്ങ? ഞാനത് പറഞ്ഞപ്പോ നിങ്ങൾ ഉറങ്ങി തോന്നല്ലോ. കണക്ക് കാണിക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഉണ്ടോ? ഞാൻ പഠിച്ചു കൊടുത്തേരും കണ്ടിട്ടില്ല ഇൻകം ടാക്സുകാർക്ക് കണക്ക് കാണിക്കാൻ പാടില്ല. എന്തേ? അത് ഒന്നിച്ചു കൊടുത്താൽ ഇൻകം ടാക്സുകാർ വരും. ഓർക്ക് കണക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. കണക്ക് കാണിക്കണേ എന്താ? കണക്ക് കാണിച്ച അതിന് 30% ആൾ കൊടുക്കേണ്ടി വരും. കൊടുത്താൽ എന്താ? അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. ആരോട്? പലിശ ഇടപാടുകാരോട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു കണി, പലിശക്ക് പൈസ കൊടുക്കലോ നല്ല സുഖ. ഗൾഫിൽ വന്നിട്ട് കുറച്ച് പൈസ ആയിട്ട് നാട്ടിൽ നിന്ന് വരിക, ഓനൊരു പണിയൊന്നുമില്ല, റൂമിലിരിക്കുക, ആവശ്യമുള്ളവർക്കൊക്കെ അങ്ങനത്തെ 10,000 ചെയ്യാല, ആയിക്കോട്ടെ 12,000 ജീവിച്ചെന്നാ മതി. എന്താ സുഖം. എന്നാൽ പ്രവാസികൾ നല്ലോ ശ്രദ്ധിക്കണം. സൗദി അറേബ്യയിൽ എനിക്കറിയാം, ഇവിടല്ല, റിയാദിലുമല്ല, റിയാദിന്റെ അടുത്തൊരു സ്ഥലത്താണ്. റിയാദിന്റെ അടുത്തൊരു സ്ഥലത്താണ് എനിക്കറിയാം വട്ടിപ്പലിശ വ്യാപകമാണ്. വായ്പ എങ്ങനെയെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് വരികയെന്ന് പറഞ്ഞല്ലോ. മറ്റത് ഒരു വൈകുന്നേരം ഒരാളെ കാണാൻ വേണ്ടി വന്നു പോയതാണ്. ശ്രദ്ധിക്കണം. പലിശ ആകിലൊരു റിബ, പലിശ വാങ്ങണാൾ, മൂക്കിലുഹു കൊടുക്കണാളും അങ്ങനെ. സതേ ഞാൻ വാങ്ങില്ല, ഞാൻ കൊടുക്കലുള്ളൂ. മൂക്കിലുഹു വഖാതിബുഹു, മോളെ പഠിപ്പിച്ചതാ. മോളെ ഗൾഫിൽ വന്ന് അധ്വാനിപ്പിച്ച് പഠിപ്പിച്ചിട്ട് ഓക്ക് BCom പാസ്സായി. എന്നിട്ടോ ജോലി വാങ്ങിച്ചു കൊടുത്ത് ബാങ്കിലാ. വഖാതിബുഹു, പലിശക്ക് വേണ്ടി ക്ലർക്ക് പണിയെടുക്കുന്നതും, വശാഹിദുഹു, ജാമ്യം നിൽക്കുന്നതും. ഗൾഫിൽ നിന്ന് റിട്ടയർമെന്റ് ആയി പോയതാ. പിന്നെ നാട്ടിൽ മൂപ്പർക്ക് പണി എന്താ? രാഷ്ട്രീയ പ്രവർത്തനത്തിലാകുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരാളിനോട് പറഞ്ഞു, അതെ ചിലതൊക്കെ കണ്ണും പൂട്ടി ചെയ്യേണ്ടി വരും. ഞാൻ ചോദിച്ചെന്താ? ചിലർക്കൊക്കെ ബാങ്കിൽ നിന്ന് പലിശ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും, പലിശക്ക് പൈസ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. എന്താ കാരണം? ഓല് അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ ജാമ്യം നിൽക്കാൻ ഞാൻ പറ്റുമോ ചോദിക്കാം. വശാഹിദുഹു വകാതിബുഹു വശാഹിദുഹു, ജാമ്യം നിൽക്കുന്ന ആളും കുല്ലുഹും പിന്നാർ, എല്ലാവരും നരകത്തിലാണ്. രണ്ടാമതൊരു അപ്പീലില്ലാത്ത വർത്താന. ശ്രദ്ധിക്കണം. അല്ലാഹു പുറത്തു തരട്ടെ. ഞാൻ എന്റെ പ്രവാചകളായ സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്നതിൽ ജാഗ്രത പാലിക്കണം. കാരണം കുടുംബമായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകളാണ്. കുടുംബവുമായി ഏറ്റവും പ്രധാനമായി മാതാപിതാക്കളോട്, വാപ്പാക്കും ഉമ്മയും ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് വിളിക്കാത്ത ഒരാഴ്ച പോലും ഉണ്ടാവരുത്. ഒരു ദിവസം ഉണ്ടാവരുത് എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറയുന്നു. ഒരാഴ്ച പോലും ഉണ്ടാവരുത്. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വാപ്പാന്റെ ശബ്ദങ്ങൾ കേൾക്കണം. നിങ്ങളുടെ ഉമ്മായുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം. വാപ്പയുമ്മയും ജീവിച്ചിരിക്കുന്നില്ലേ, അവർക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുന്ന വേദികളിൽ നിങ്ങൾ ഉണ്ടാവണം. ഞാനിവിടെ അറിഞ്ഞല്ലോ, നല്ലൊരു പരിപാടി നടക്കേണ്ട ഒരു ഖത്തം ദ്വാരക്കല്ലേ.
മാസത്തിലൊരിക്കൽ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഖത്മുൽ ഖുർആൻ നടത്തി ദുആ ചെയ്യാറുണ്ട്. ഏറ്റവും നല്ല കാര്യമാണ്. അതിലൊക്കെ പങ്കെടുക്കുക. പാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ പറ്റുന്ന അവസരം മുഴുവൻ ഉപയോഗപ്പെടുത്തുക. ഞാനിത് അവസാനിപ്പിക്കുന്നു. പാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. എന്തുകൊണ്ട്? അവർ ഞമ്മക്ക് വേണ്ടി എപ്പോഴും ദുആയിരുന്നോല. ഗർഭിണിയായ സമയം അതല്ല, ഗർഭിണിയാവാൻ വേണ്ടിയിട്ട്. ഗർഭം ധരിച്ചു എന്നറിഞ്ഞപ്പോ പിന്നെ എല്ലാ സമയത്തും പഠിച്ചോനെ എന്റെ കുട്ടിക്കൊന്നും പറ്റരുതേ. എട്ടാം ഇതൊരു ആ സ്നേഹത്തിന് പകരം കൊടുക്കാണ്ടോ? ആകാശത്തിന് ചുവട്ടിൽ വേറെ സ്നേഹം. ഉമ്മ തന്ന സ്നേഹത്തിന് പകരം കൊടുക്കാൻ പറ്റാവുന്ന സ്നേഹമുണ്ടോ എന്റെ സഹോദരങ്ങളെ? അല്ലേ? 8ാമത്തെ മാസത്തിൽ ഉമ്മ ഗർഭം ധരിച്ചിരിക്കുന്ന ചെയ്ത് ഉമ്മാന്റെ വയറിലിരുന്നിട്ട് ഉമ്മാന്റെ പൊക്കിൽ കുടിക്ക് ഒരു കിക്ക്. 8ാമത്തെ മാസം. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഭാര്യമാരൊക്കെ പറയല്ലോ, നമ്മളെ മോനെ ഇളകുണ്ടല്ലോ, നമ്മളെ മോൻ കളിക്കുന്നുണ്ടല്ലേ, നമ്മളെ മോള് കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് സമയം കിട്ടില്ലേ? നാട്ടിൽ പോയിട്ടുള്ള സമയമെങ്കിലും നിങ്ങൾ ഭാര്യമാരുടെ കൂടെ ചെലവഴിക്കണം. ഉണ്ടെങ്കിൽ 2 മാസം ഒരു കിക്ക്. 8ാം മാസത്തിൽ നമ്മളവിടെ ഉണ്ടാവാറില്ല. ശരിയാ? കല്യാണം കഴിഞ്ഞ് 2-3 മാസം നിന്ന് പോകുന്നതാ. നാട്ടിൽ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ 3 മാസം ഗർഭിണിയാണ്. പിന്നെ നാട്ടിൽ ചെന്നുള്ള സമയത്ത് തന്നെ നമ്മൾ കാണുന്നത് സംസാരിക്കേണ്ട ഒരു കുട്ടീനെ. അല്ലാഹുവേ, ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങോട്ടൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കരയും. ഞാൻ അങ്ങോട്ടൊന്നും വയറ്റുന്നു. ഉമ്മാക്ക് വേദനയായിട്ടുണ്ട്. പക്ഷെ ഉമ്മാക്ക് ആ വേദനയില്ല. അൽഹംദുലില്ലാ, കുട്ടിക്ക് അനക്കൊക്കെ ഉണ്ടല്ലോ. 4 ദിവസം അനങ്ങിയില്ലേ, ബേജാറാവും. ഡോക്ടറെ കാണിക്കണോ? ഈ സ്നേഹത്തിന് എവിടുന്ന് പകരം കൊടുക്കാനാ? മുഴുവൻ 10 മാസവും ദുആ ഞമ്മക്ക് വേണ്ടി. ജനിച്ചു കഴിഞ്ഞിട്ടും ദുആ. പിന്നെ ഉമ്മാന്റെ ചിന്ത എന്താ? എന്റെ മോനെ നല്ലൊരു കുട്ടിയാക്കണം. ദ്വാന്റെ വചനം പോലും പഠിപ്പിച്ചു. നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ദ്വാരക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇന്നത് ദ്വാരക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. എന്നാ വാപ്പാക്കും ഉമ്മാക്കും ദ്വാ ചെയ്യേണ്ട ലഫ്ള് വരെ പഠിപ്പിച്ചു. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളോട് നിങ്ങൾക്ക് കഴിയോ? വാപ്പാൻ ഇമ്മാനെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് തവാഫും സയും കൈയൊന്ന് പിടിപ്പിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ അവസരം കളയരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മളെ കൈ പിടിച്ച് നടന്നോലാണോട്. ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഉമ്മയോട് ഉപ്പയോടുള്ള സ്നേഹം. ആ സ്നേഹം ശരിക്കും നമ്മൾ ഭാര്യയ്ക്ക് മാത്രം വിളിച്ചാൽ പോരാ. ഭാര്യക്ക് മാത്രം വിളിച്ചാൽ പോരാ. കണ്ണൂർക്കാരെന്ന് ഞാൻ പറഞ്ഞ എന്റെ ചങ്ങായിമാരെ കണ്ണോട് തെറ്റോന്നറിയില്ല. എല്ലാരും അല്ല. ചില സ്വഭാവമുണ്ട്. ഭാര്യ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണല്ലോ. മലപ്പുറക്കാരൊക്കെ ചിരിക്കുണ്ടാവും. അതിനൊരു ഗുണമുണ്ട്. കാരണം ഞാനവിടെ നിന്ന് ശീലമുള്ളതാണല്ലോ. കൂറ് കാണിക്കണ്ടേ? അതിനും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്, അതിൽ ചില ദോഷങ്ങളുണ്ട്. രണ്ടിലുണ്ട് ഗുണവും ദോഷമൊക്കെ. പക്ഷെ ഇതിൽ വേറൊന്നും ചെയ്യാറുണ്ട്. ഭാര്യ വീട്ടിക്ക് വലിയ പെട്ടി പോവും, കാറുകോല്. ഉമ്മാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചെറിയ പെട്ടിയാണ്. ഉമ്മ വിചാരിക്കണ കുറച്ചോനെ 5 കൊല്ലം 2 കൊല്ലം എന്റെ കുട്ടി നിന്നിട്ട് ഓനൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. വലിയ പെട്ടി മറ്റൊടത്തേക്ക് പോയി വരെ ആരറിയില്ല. എല്ലാവരും അല്ലട്ടോ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉമ്മ വാപ്പ, അത് കഴിഞ്ഞേ നമുക്ക് വേറെ ആളുണ്ടാവും. അവരോടുള്ള ബന്ധം. അതേപോലെ ഭാര്യമാരോട് ഞാൻ അതേപോലെ മറ്റൊരു കാര്യങ്ങളോട് പറയാനുള്ള ഒഴിവ് കിട്ടുന്ന സമയം, ഒഴിവ് നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങൾ നാട്ടിൽ പോകണം. ടിക്കറ്റിന്റെ പേര് നിങ്ങൾ നോക്കണ്ട. ഒരു 20 ദിവസം കഫീൽ പറഞ്ഞു 20 ദിവസം ലീവ് വരാം. അപ്പം നമ്മൾ വിളിച്ചു നോക്കുക, ടിക്കറ്റ് വേറെ എത്രയാണ് പോണം. കാരണം നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളുടെ ഭാര്യ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ ഈ സംഭവം പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോട്ടെ. നമ്മൾക്ക് ഈ പ്രവാസികളുടെ ബന്ധപ്പെട്ട വിഷയം തീരൂല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളിവിടെ അവസാനിപ്പിക്കാം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ ഒരിക്കൽ പെണ്ണ് വന്നുകൊണ്ട് സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇന്ന സൗജി യസൂമുൻ നഹാറ വയഖൂമുൽ ലൈൽ. എന്റെ ഭർത്താവ്
രാത്രി മുഴുവൻ നിസ്കാരവും പകൽ മുഴുവൻ നോമ്പുമാണ്. വാന അക്റഹു അൻ അഷ്കൂഹു, അവരെ കുറിച്ച് നിങ്ങളോട് പരാതി പറയാൻ എനിക്ക് വലിയ വിഷമമുണ്ട്. വഹുവ യഅമലു ബിതാഅത്തില്ലാഹ്, അള്ളാഹുവിനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ആളാണ് എന്റെ ഭർത്താവ്. രാത്രി മുഴുവൻ നിസ്കാരവും പകൽ മുഴുവൻ നോമ്പുമാണ്. അവരെ കുറിച്ച് നിങ്ങളോട് പരാതി പറയാൻ ഞാൻ വെറുക്കുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോ ആ പെണ്ണിനോട് പറഞ്ഞു, നിഅമ സൗജു സൗജുകി, ഓ നിന്റെ ഭർത്താവ് എത്ര നല്ല മനുഷ്യൻ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ഭർത്താവ് എത്ര നല്ല ആളാണ്. അപ്പൊ ഈ പെണ്ണ് വീണ്ടും ആ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമർ തങ്ങളെ, എന്റെ ഭർത്താവ് രാത്രി മുഴുവൻ നിസ്കാരം പകൽ മുഴുവൻ നോമ്പുമാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പരാതി പറയാൻ എനിക്ക് വെറുപ്പാണ്. കാരണം അള്ളാഹുവിനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ആളാണ് എന്ന് ഈ പെണ്ണ് പിന്നെയും പറഞ്ഞപ്പോ അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ഭർത്താവ് എത്ര നല്ല ഭർത്താവാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിടികിട്ടിയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. കഅബുൽ അസദി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങളുടെ ഭർത്താവ് എത്ര നല്ല ഭർത്താവ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ, ഹാദിഹിൽ മർഅതു തഷ്കൂ സൗജഹാ, ഉമർ തങ്ങളെ, തന്റെ ഭർത്താവിനെ കുറിച്ച് നല്ലത് പറയാനല്ല നല്ലതല്ല ഈ പെണ്ണുങ്ങൾ പറയുന്നത്. തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ അങ്ങയോട് പരാതി പറയുകയാണ്. ഇയാള് രാത്രി മുഴുവൻ നിസ്കരിക്കലാണ്. എന്റെ അടുത്തേക്ക് വരലില്ല എന്നാണ് പറഞ്ഞത്. രാത്രി എന്നോടൊപ്പം എന്റെ മെത്തയിൽ കിടക്കാൻ വരാറില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് ഞാൻ ഡി സി ആയോ? നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്താണ് ഒരു പേര്? ലിൻഷാനോ ജിൻഷാനോ? അദ്ദേഹം ഡി സി ആണല്ലേ? എന്നറിയാം. ഇപ്പൊ വരും എന്ന് പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ജിൻഷാൻ. ഓക്കെ, അദ്ദേഹം ഡി സി ആണ്. നിങ്ങൾ റീസാനി നിങ്ങൾ മൈക്ക് വിട്ടതാണോ? ഹലോ, ഓക്കെ. نهاره وليله ما يرقد فلست في أمر النساء أحمد. അയാളുടെ രാത്രി അയാൾ ഉറങ്ങാറില്ല, പകൽ അയാൾ മറ്റൊരു ജോലിക്കും പോകാറില്ല. പകൽ മുഴുവനും ഇബാദത്തിലാണ്, ആരാധനയിലാണ്. അതുകൊണ്ട് ഫലഫ്തു ഫീ അംറിൻ നിസാഇ അഹ്മദു, ആ വിഷയത്തിലൊക്കെ അയാൾ നല്ല ആൾ തന്നെയാണ്. പക്ഷേ സ്ത്രീകളുടെ വിഷയത്തിൽ ഞാൻ അയാളെ നല്ലത് പറയില്ല. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായോ? അയാൾ നല്ല മനുഷ്യൻ തന്നെയാണ്, പക്ഷേ ഞാൻ എന്റെ കാര്യത്തിൽ അയാളെ നല്ലത് പറയില്ല എന്ന് കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഫഖാല സൗജ്, അപ്പൊ ഭർത്താവ് തൊട്ടടുത്തുണ്ട്. അന്ന് നിമിഷ കവികളുടെ കാലഘട്ടല്ലേ, മൂപ്പരാണ് പാടി. ഒരു പാടിയത് എന്താ? സഹാദനി ഫീ ഫർശിഹാ വാ ഫിൽ ഹജൽ ഇന്നി ഇംറുഉൻ അദ്ഹാലനി മാ ഖദ് നസൽ ഫീ സൂറത്തിൻ നഹ്ലി വഫി സബ്ഇ തിവൽ വഫീ കിതാബില്ലാഹി തഖ്വീഫുൻ ജലൽ.
പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളാണ് ഭാര്യയിൽ നിന്ന് എന്റെ മനസ്സിനെ അകറ്റിക്കളഞ്ഞത് എന്ന് ഈ ഭർത്താവ് അങ്ങ് പാടിയപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു പാടി, ഇന്നാ ലഹാ ഹഖ്ഖൻ അലൈക ഹഖ്ഖൻ യാ റജുൽ നസീബുഹാ ഫീ അർബഇൻ ലിമൻ അഖൽ ഫഅതി ഹാദാക വദഅൻകൽ ഇലൽ. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 4 ദിവസത്തിൽ 1 ദിവസം നീ നിന്റെ ഭാര്യ എടുത്തു പോകണം, 3 ദിവസം നീ അള്ളാഹ്ക്ക് മാറ്റിവെച്ചോ. എന്താ പറയാൻ കാരണം? ഒരാൾക്ക് എത്ര കല്യാണം കഴിക്കാം? നിങ്ങൾ മിണ്ടില്ല, ധൈര്യത്തിൽ പറഞ്ഞോളൂ, നിങ്ങൾ ആൾക്കാരും ഇവിടെ ഇല്ലല്ലോ. ഒരാൾക്ക് എത്ര വിവാഹം കഴിക്കാം? 4. ഒരാൾ ഇന്ന് എന്നോട് സംശയം ചോദിച്ചു, ഉസ്താദേ 4 എണ്ണം കഴിക്കാന്ന് വല്ല എത്ര 4 ആവാന്നോ? 4 എണ്ണം 4 എണ്ണത്തിൽ പരിമിതപ്പെടുത്തി വിശുദ്ധ ഇസ്ലാം. അതാ ചെയ്തത്. 4 കെട്ടാൻ പറഞ്ഞ മതന്നല്ല, 4 പരിമിതപ്പെടുത്തിയതാ. 100, 150, 200 ഒക്കെ ഭാര്യമാരാണ് പഴയ കാലത്ത്. റസൂലുള്ളാഹി 4 പരിമിതപ്പെടുത്തിയതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി 4 വിവാഹം വരെ ഒരു പുരുഷന് കഴിക്കാം. അപ്പോ ഒരു പെണ്ണിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ 4 ദിവസത്തിൽ 1 ദിവസം എന്നാണ്. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 ദിവസവും നിങ്ങൾ നിസ്കരിച്ചോളൂ, 1 ദിവസം നിങ്ങൾ നിങ്ങളുടെ ഭാര്യ എടുത്തു പോകണം. ഞാൻ ഓർമ്മപ്പെടുത്താണ് എന്റെ സഹോദരങ്ങളോട്, ലീവ് കിട്ടിയാൽ മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പോകണം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ, മൊബൈൽ നിങ്ങളുടെ പെൺമക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. SLC പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാ മൊബൈല്? +2 പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാ മൊബൈല്? എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു ഇന്റർനെറ്റ് കഫേ നടത്തുന്ന ആളാ. അയാൾ എന്നോട് പറഞ്ഞത്, ഈ കൊല്ലത്തെ SLC അല്ല, കഴിഞ്ഞ കൊല്ലത്തെ SLC കഴിഞ്ഞപ്പോ ഒരു കുഗ്രാമത്തിലാണ്. അയാളുടെ ഇന്റർനെറ്റ് കഫയിൽ +1 ഏകജാലകത്തിന് ബുക്കിംഗ് എടുത്തു കൊടുക്കാൻ 180 കുട്ടികളാണ് അപേക്ഷയുമായി വന്നത്. ഇയാൾ പറയാ, പകൽ സമയത്ത് ഞാൻ ഒരുപാട് ബുക്കിങ്ങിന് ശ്രമിച്ചിട്ട് കിട്ടിയില്ല, പകൽ സമയത്ത് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു, രാത്രി ഞാൻ ബുക്കിംഗ് എടുത്തു തരാം, വല്ല നിങ്ങൾ തന്ന ഫോമിൽ വല്ല സംശയങ്ങളുണ്ടെ വിളിക്കുന്നതിന് വിരോധമുണ്ടോന്ന് ചോദിച്ചു. ഓല് പറഞ്ഞു, ഒരു വിരോധമില്ല. ഈ സുഹൃത്തിനോട് പറയാണ്, 180 കുട്ടികൾക്ക് ഓൺലൈൻ ബുക്കിംഗ് എടുക്കാൻ വേണ്ടി ഇദ്ദേഹം വന്നിരുന്നു. അങ്ങനെ 180 കുട്ടികൾക്ക് വന്ന് കിട്ടി. ഇയാൾ പറയുന്നു, 40ഓളം കുട്ടികളുടെ ഫോമിൽ ചില സംശയങ്ങളുണ്ടായി. ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി അവരെ വിളിച്ചു. ഇയാൾ പറയാണ്, അതിൽ 10 കുട്ടികൾ മുസ്ലിങ്ങളാണ്, 30 കുട്ടികൾ മുസ്ലിങ്ങളാണ്. നല്ല ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങൾ. കണ്ണൂർ ജില്ലയിലെ ഒരു കുഗ്രാമത്തിലെ വർത്തമാനം ഞാൻ പറയണത്. 30 കുട്ടികൾ മുസ്ലിം കുട്ടികൾ. ഇയാൾ പറയാണ്, ഞാൻ ഈ 40 കുട്ടികളെ വിളിച്ചപ്പോഴും 10 അമുസ്ലിം കുട്ടികളും രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ ഞാൻ ഈ സംശയം ദൂരീകരിക്കാൻ വേണ്ടി വിളിച്ചപ്പോ അവർ നല്ല ഉറക്കത്തിലാണ്. കാരണം ഉറക്കത്തിൽ നീച്ച മറുപടി അവർ പറഞ്ഞു, ആര് എന്തെന്നൊക്കെ ചോദിക്കുന്നു. ഇയാൾ എന്നോട് പറയാൻ, 30 മുസ്ലിം കുട്ടികളിൽ പല കുട്ടികളെയും വിളിച്ചപ്പോ നിങ്ങൾ ചിന്തിക്കണം, ആ കുട്ടികളുടെ മൊബൈൽ ഫോൺ രാത്രി 2 മണിക്ക് 3 മണിക്ക് മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന മറുപടി, ഇത് സബ്സ്ക്രൈബർ യുവർ കോളിംഗ് ഈസ് ബിസി, നിങ്ങൾ വിളിക്കുന്ന ആൾ ബിസിയാണ്, മറ്റൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇയാൾ എന്നോട് ചോദിക്കാണ്, ഉസ്താദേ SLC കഴിഞ്ഞ് 15 വയസ്സായ 16 വയസ്സായ സഫിയ മോളുടെ ഫോണിലേക്ക് രാത്രി 2 മണിക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നതാരാണ്? പ്രിയപ്പെട്ട പിതാവ് ചിന്തിച്ചിട്ടുണ്ടോ? SLC പാസ്സായാൽ നമ്മൾ അയച്ചു കൊടുത്തത് ഏത് മൊബൈലാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, രാത്രി 1 മണിക്ക് സഫിയ മോളുടെ ഫോണിലേക്ക് വിളിച്ചതാരാ? രാത്രി 2 മണിക്ക് റുഖയ്യ മോളുടെ ഫോണിലേക്ക് വിളിക്കുന്നതാരാ? ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രാത്രി 3 മണി സമയത്ത് എന്തുകൊണ്ടാണ് ആയിഷ മോളുടെ ഫോൺ ബിസിയായി കേട്ടത്? വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാ, നമ്മൾ ആലോചിക്കണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളോട്, ഈ മൊബൈൽ ഫോൺ എത്രയോ കുടുംബങ്ങളിൽ മക്കളേർപ്പെടുന്നുണ്ട്. കൊല്ലം അറഫയിലേക്ക് പോകുമ്പോൾ ഒരു വാപ്പ എന്നോട് പറഞ്ഞത്, ഉസ്താദേ എനിക്കെന്റെ പൊന്നുമോനെ നഷ്ടപ്പെടുത്തിയത് മൊബൈലാണ്, അതിത്ര അപകടകാരിയാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു. എന്റെ മോൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, അവന്റെ വീട്ടിലേക്ക് വരാറില്ല, ഒരന്യമതത്തിൽപ്പെട്ടവളെ കല്യാണം കഴിച്ച് കഴിഞ്ഞുകൂടുകയാണവൻ, അവനെ നശിപ്പിച്ചത് മൊബൈൽ ഫോണുകളാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ സഹോദരങ്ങളോട്, വെറുതെ അങ്ങനെ ഇരിക്കുന്ന സമയത്തുള്ള ചില കളികളില്ലേ, ആ കളികളാണ് നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടിക്കാറുള്ളത്. റിയാദിൽ വെച്ചൊരു എഞ്ചിനീയർ എന്നോട് പറഞ്ഞല്ലോ, ഒരു എഞ്ചിനീയർ ഒരിക്കൽ എന്നെ മട്ടന്നൂർക്ക് വിളിക്കുന്നു. ഞാൻ മട്ടന്നൂരില്ല. അപ്പൊ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ശ്രദ്ധിക്കണം കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ.
എല്ലാ സംവിധാനങ്ങളും കയ്യിലുണ്ടാകും, ഫേസ്ബുക്ക് ഉണ്ടാകും, എന്നുണ്ടൊരു വാട്സപ്പ്. കുറെ ഗുണുണ്ട്, ഒരുപാട് ഹലാക്കുണ്ട്, ഒരുപാട് ഹലാക്ക്, എത്രയോ നന്മയുണ്ട്. ഞാൻ 15 ദിവസമേ വാട്സപ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ. വാട്സപ്പ് ഇല്ലാത്ത ഒരു ബുദ്ധൂസ് മുസ്ലിയാരാങ്ങളോട് വയൽ പറഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. വാട്സപ്പ് ഇല്ല. എന്തേ കാരണം? എന്നോടൊരാൾ പറഞ്ഞു, നിങ്ങൾ ഈ കാലത്ത് ജീവിക്കേണ്ട ആളല്ലാന്ന്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. 15 ദിവസം ഞാൻ ഉപയോഗിച്ചുള്ളൂ. എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിൽ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ റമദാനിന് ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശ എന്താ അറിയോ? ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ നേരെ ഞാൻ പോവാണ്. ഞാൻ ചോദിച്ചാൽ എന്താ? എന്നോട് ഞാൻ വാട്സപ്പിൽ 99 മെസ്സേജ് ഉണ്ട്, വന്നെടുക്കണം, നോക്കിയിട്ടില്ല. ഈ 99 മെസ്സേജ് ഇയാൾ നോക്കണമെങ്കിൽ ഒരു മെസ്സേജിന് 1 മിനിറ്റ് കൂട്ടി നോക്കി ഞങ്ങള്. 99 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ 1.5 മണിക്കൂറാ പോയി. ഒരു മനുഷ്യ. എന്നിട്ട് എന്തായാലും ഒന്നുമില്ല, വെറുതെ ഏടൊക്കെ എന്തൊക്കെ കണ്ടു അതൊക്കെ അതിൽ കയറ്റിവിടുക. അതൊക്കെ പോകട്ടെ, വലിയൊരു അപകടം ഈ എഞ്ചിനീയർ എന്നോട് പറഞ്ഞതാ. ഇയാൾ എന്നോട് പറഞ്ഞത് അയാളുടെ ഫേസ്ബുക്ക് അയാളെ നാശത്തിലാക്കിയതാണ്. എന്നോട് പറഞ്ഞു, അയാൾ ജോലി കഴിഞ്ഞിട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലിങ്ങനെ അയാളുടെ മൊബൈൽ കമ്പ്യൂട്ടർ ഉണ്ടാവും. ഒരു ദിവസം ഇയാളുടെ ഫേസ്ബുക്കിലേക്ക് ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചു. ഇയാൾ പറയണേ ഞാൻ ചാറ്റിംഗ് ചെയ്തു. ക്ഷമയില്ലാത്തോടെ ചുരുക്കി പറഞ്ഞു, ചാറ്റിംഗ് ചെയ്തു. കുറച്ചേരൊക്കെ ചാറ്റിംഗ് ചെയ്തു. പിന്നെ അങ്ങനെ പോയി. ഇയാൾ പറയും, ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല. പിറ്റേ ദിവസം അതേ സമയമായപ്പോ അതേ പെണ്ണ് അതേപോലെ പ്രത്യക്ഷപ്പെട്ടു. അന്നും ചാറ്റിംഗ് ചെയ്തു. ഞാനൊന്നും മനസ്സിൽ കൊടുത്തിട്ടില്ല. എന്ന് പറയാം, 15 ദിവസം അങ്ങനെ ചാറ്റിംഗ് തുടർന്നു. ഇയാൾ പറയുന്നു, ഞാൻ അറിയാതെ അവളുമായി പ്രേമിച്ചുപോയി, പ്രേമത്തിലായി, ഞങ്ങളുടെ മനസ്സ് തമ്മിൽ വേർപിരിക്കാൻ കഴിയാതെയായി. അങ്ങനെ അവൻ പറയാണ്, ഞാൻ പോയിട്ട് 6 മാസമായിട്ടുള്ളൂ. കമ്പനിയോട് നിർബന്ധമായി ലീവ് വാങ്ങിച്ച് ഞാൻ കോഴിക്കോട് വന്നു. എന്തിനാ? എന്റെ അമ്മാനെ കാണാൻ, ബാപ്പാനെ കാണാനില്ല, പെണ്ണിനെ കാണാൻ. ഞങ്ങൾ രണ്ടുപേരും വിവാഹിതരാവാന്ന് തീരുമാനിച്ചു. കോഴിക്കോട്ട് വന്ന് ഞാൻ ആ പെണ്ണിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പെണ്ണ മുസ്ലിമാണ്. ഞാൻ അവളോട് പറഞ്ഞു, നീ എന്നെ വഞ്ചിച്ചല്ലോ, നീ മുസ്ലിമാന്നല്ലേ പറഞ്ഞ്? അപ്പൊ ഈ പെണ്ണ് പറയാനത്രേ, നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് ഞാനൊരു അമുസ്ലിമാന്ന് പറഞ്ഞ ഒരു പക്ഷേ നമ്മൾ തമ്മിൽ ചാറ്റിംഗ് നടന്നില്ലെങ്കിലോ എന്ന് കരുതിയിട്ടിഞ്ഞതാ ഞാൻ മുസ്ലിമാണ്. ഇയാൾ ചോദിച്ചത്രേ പെണ്ണിനോട്, നീ മുസ്ലിമാവോ? നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചല്ലേ, നീ മുസ്ലിമാവോ? പെണ്ണ് പറഞ്ഞു, ഇല്ല, ഞാൻ ഹൈന്ദവ മതത്തിലെ ഉന്നത കുലജാതയാണ് ഞാൻ, അതുകൊണ്ട് ഞാനൊരിക്കലും മുസ്ലിമാവൂല. നിങ്ങൾക്ക് എന്റെ മതത്തിലേക്ക് വന്നാലും മതിയല്ലോ. ഇവനെ തിരിച്ച് ഗൾഫിൽ വന്നിട്ട് ഇവൻ പറയാം, 15 ദിവസം ഞാൻ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തു, ഞാൻ എന്റെ ഫേസ്ബുക്ക് തുറന്നില്ല. എന്നിട്ട് ഇവൻ എന്നോട് ചോദിക്കാൻ, എന്റെ മനസ്സിപ്പോഴും വല്ലാത്ത പ്രയാസം. ഞാൻ പിന്നെ ഒരു ദിവസം തുറന്നു നോക്കുമ്പോൾ വീണ്ടും അവരുടെ മെസ്സേജുകൾ. എന്നിട്ട് എന്നോട് ചോദിച്ച ജോലി എന്താ? അതെ, ഞാനൊന്ന് തൽക്കാലൊന്ന് മതം മാറി, അവളെ കല്യാണം കഴിച്ച് താലി കെട്ടി കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ മഹിമ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഞാനും അവളും പിന്നീട് മുസ്ലിമായാൽ പോരെ? ഈ ഒരു ചിന്ത പോലും നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപകടത്തിലേക്ക് കൊണ്ടുപോയത് എന്താ? വെറുതെ ഇങ്ങനെ ഇരുന്ന സമയം വെറുതെ കളിച്ചതാ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഒറ്റ വാക്കിൽ ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് കാര്യങ്ങളിൽ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ ഒരുമിച്ചിരിക്കുന്ന പോലെ ജന്നാത്തുൻ നഈമിലും ഞങ്ങൾ ഒരുമിച്ചിരിക്കണേ റബ്ബേ. ഞങ്ങൾ നീ ഒരുമിച്ചിരിക്കണേ റബ്ബേ. ഇതേപോലെ ഒരിക്കൽ ഉംറക്ക് വന്നപ്പോഴാണ്, ഉംറ കഴിഞ്ഞിട്ട് തവാഫ് കഴിഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരുമിച്ച് ഈ ദുആ ചെയ്യാൻ മത്താഫിൽ ദുആ ചെയ്യുന്ന പോകുന്ന സമയത്താണ് എന്റെ അടുത്തുനിന്ന് ഒരാൾ പറഞ്ഞത്, സദേ എന്റെ അയൽപ്പക്കത്തിന്റെ കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടു പോലെ സഹോദരൻ പ്രത്യേകം ദ്വാരക്കണം. തവാഫ് കഴിഞ്ഞു, ദ്വാ കഴിഞ്ഞു, സംസം കുടിച്ചു, സഈ കഴിഞ്ഞു. റൂമിൽ ചെന്നപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞു നേരത്തെ? ആരാ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോഴാ എന്നോട് പറഞ്ഞത് എന്റെ അയൽവാസിയാണ്, 2 കിഡ്നിയും നഷ്ടപ്പെട്ടു പോയി. ദുബായിലായിരുന്നു ഇയാളുടെ ജോലി. വളരെ ഇഷ്ടപ്പെട്ട ആളാ, 2 ലക്ഷം അയാളുടെ ശമ്പളം. മാത്രമല്ല ഇയാൾ എന്തും ഇയാൾക്ക് കമ്പനി ചെയ്തു കൊടുക്കും. കാരണം കമ്പനിക്ക് അത്ര ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇയാൾക്ക് ആകെ പണി 8 മണിക്കൂറാണ്. അത് കഴിഞ്ഞാൽ അയാൾ ഫ്രീ ആണ്. എന്നിട്ടോ ഞാൻ ഇയാളോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അയാൾ ഇപ്പൊ 2 കണ്ണും നഷ്ടപ്പെട്ടു, കിഡ്നിയും നഷ്ടപ്പെട്ടു, മരണത്തോട് മല്ലടിക്കുകയാണ്. ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു എന്താ കാര്യം ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇയാൾ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഇയാളുടെ കയ്യിലും കാലിലൊക്കെ നീര് വന്നു. പരിശോധിച്ചു നോക്കുമ്പോ കിഡ്നിക്ക് ചെറിയ തകരാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കമ്പനി തന്നെ നാട്ടിലേക്ക് പറഞ്ഞു വെച്ചു ഇയാളെ ചികിത്സിക്കാൻ. കമ്പനി തന്നെ അതിനാവശ്യമായ പണവും കൊടുത്തു. ഇയാൾ ചികിത്സിച്ചു, നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു. വീണ്ടും ഇയാൾ ജോലി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്ന് ഒരു ദിവസം ഇയാളുടെ 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടത്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട പിന്നെ ആർക്കും വേണ്ടല്ലോ, സ്വന്തം ഭാര്യയ്ക്ക് പോലും വേണ്ടി വരില്ല. ഭാര്യ പോലും വിചാരിക്കുക ഇയാളുടെ ഇടങ്ങാറല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റബ്ബേ. അങ്ങനെ അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തരുത് അല്ലാഹ്.
ഈ തവണയുണ്ട്, എന്റെ കൂടെ നിങ്ങൾക്ക് വന്നാ കാണാം. മകൻ വാപ്പയുടെ കൈ പിടിച്ചു നടക്കുന്നു, 2 കണ്ണും നഷ്ടപ്പെട്ടു പോയി. ഈ സഹോദരന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ കമ്പനി ക്യാൻസൽ ചെയ്യാളെ നാട്ടിലേക്ക് വിട്ടു. പിന്നെ ഇയാൾ നാട്ടിലാണ്. ഇയാൾ പറയാ, ഇയാൾ സുബഹി നിസ്കരിക്കാൻ പോകാറുള്ളത് അയാളുടെ വീട്ടുമുറ്റത്തു കൂടെയാണ്. ഇയാളുടെ ഭാര്യ ഇയാളുടെ ഉംറക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്രേ. അങ്ങനെ ഇയാൾ മക്കയിൽ നിന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞത്. എന്താ പ്രശ്നം? 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇയാൾ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കും. ആരെയും ശല്യപ്പെടുത്താതെ ഇയാൾ തന്നെ ചുമര് തപ്പിപ്പിടിച്ചു പോയി ഉളൂ ചെയ്യും. ഉളൂ ചെയ്തു വന്നിട്ട് കട്ടിലിന്റെ കാല് പിടിച്ച് ഖിബിലയുടെ ദിശ മനസ്സിലാക്കി തഹജ്ജുദ് നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കരിച്ചിരുന്നിട്ട് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യും, അല്ലാഹുവേ എന്റെ 2 കണ്ണിന്റെയും കാഴ്ച എനിക്ക് തിരിച്ചു തരണേ അല്ലാ. പൊട്ടിക്കരഞ്ഞ് ഇയാൾ ദുആ ചെയ്യുമത്രേ. എപ്പോഴാണ് സുബഹിയുടെ ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുക? അസ്സലാത്തു ഖൈറും മിനന്നൗം. ആ സമയത്ത് ഇയാൾ ബാങ്ക് കൊടുത്ത് ബാങ്കിന്റെ ദുആ കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് ദുആ ചെയ്യത്രേ. ഭാര്യ പറയാണ്, അല്ലാഹുവേ എനിക്ക് 2 കണ്ണിന്റെ കാഴ്ച ഉണ്ടായ സമയം റബ്ബേ, ദുബായിൽ ഞാനായിരുന്നപ്പോ എന്റെ ഫ്ളാറ്റിന്റെ അടുത്ത് നിന്ന് എത്രയോ ബാങ്ക് ഞാൻ സുബഹിക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം പോലും ഞാൻ എഴുന്നേറ്റിട്ടില്ല, സുബഹി നിസ്കരിക്കാൻ ഞാൻ പോയിട്ടില്ല. അല്ലാഹ് റബ്ബേ, ജമാഅത്തിന് എന്റെ കാലുകൊണ്ട് പള്ളിയിലേക്ക് ഞാൻ നടന്നു പോയില്ല. എത്രയോ ബാങ്കുകൾ ഞാൻ ജീവിതത്തിൽ സുബഹിയുടെ ജമാഅത്തിൽ നിന്ന് പങ്കെടുക്കാൻ പോവാനാണ്. ഇയാളെ കരയുമത്രേ ദുആ ചെയ്തുകൊണ്ട്. എവിടുന്ന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ? അള്ളാഹു നല്ല കണ്ണിന് കാഴ്ച കൊടുത്തപ്പോൾ മുമ്പ് ചെയ്ത പണി എന്തറിയോ? അദ്ദേഹം തന്നെ പറയത്രേ ഭാര്യയോട്, ഞാൻ എത്രയോ TV കണ്ടു. TV ഇങ്ങനെ കണ്ടിരിക്കും. TV ഇങ്ങനെ കണ്ട് രാത്രി 2 മണിക്കൊക്കെ കിടന്നുറങ്ങാം. രാവിലെ 7 മണിക്കോ 8 മണിക്കോ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറ്റി കമ്പനിയിൽ പോവും. ഒരു സുബഹിക്ക് പോലും ഞാൻ ദുബായിൽ നിന്ന് പള്ളിയിൽ പോയില്ല. വീട്ടിൽ വെച്ച് സുബഹി നിസ്കരിച്ച് സുബഹി നിസ്കാരത്തിന് ശേഷം ഭാര്യയോട് പറയും, അത്രയാ ഖുർആൻ ഒന്നെടുക്ക്. വിശുദ്ധ ഖുർആൻ എടുത്തു കൊടുക്കും ഭാര്യ ഖുർആൻ എടുത്തു കൊടുത്താൽ ആ ഖുർആൻ ഇങ്ങനെ ചുംബിച്ച് നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറയും, അല്ലാഹ് റബ്ബേ 32 വയസ്സുവരെ എന്റെ കണ്ണിന് നല്ല മൂർച്ചയുള്ള കാഴ്ച ഉണ്ടായിരുന്നു. റബ്ബേ, ഈ 32 കൊല്ലത്തിനിടയ്ക്ക് ഒരു തവണ പോലും നിന്റെ വിശുദ്ധ ഖുർആൻ ഒന്നോതി തീർക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. റബ്ബേ, അല്ലാഹുവേ എന്റെ കണ്ണിന്റെ കാഴ്ച ഒന്ന് നീ തിരിച്ചു തരണം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്ത് ചെയ്തു എന്ന് നീ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയാനല്ല? അതുകൊണ്ട് നിന്റെ കലാം ഒരു തവണയെങ്കിലും ഓതി തീർക്കാനുള്ള പൂതി കൊണ്ടാ റബ്ബേ. ഖുർആൻ എടുക്കും എന്റെ കാഴ്ച നീ തന്ന് ഖുർആൻ ഞാൻ മടക്കി വെക്കുമ്പോൾ നീ എന്റെ കാഴ്ച തിരിച്ചെടുക്കുകയും ചെയ്തു റബ്ബേ എന്ന് പറഞ്ഞ് ഇയാൾ പൊട്ടി കരയത്രേ. കണ്ണിന്റെ കാഴ്ച പോയിട്ട് എവിടുന്ന് തിരിച്ചു കിട്ടാനാ? എവിടുന്ന് തിരിച്ചു കിട്ടാൻ? ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാം, ഇതൊരു തുടക്കമാവട്ടെ. ഇവിടെ നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ ബൈക്കിൽ ഇങ്ങനെ പോണ തിരക്ക് പിടിച്ചു പോണ സമയത്ത് പെട്ടെന്ന് ബൈക്ക് സൈഡാക്കിയിട്ട് ഒരു മൊബൈൽ എടുത്തിട്ട് നോക്കുക. എന്താ മൊബൈൽ എന്തോ കുണും അങ്ങനല്ലേ? എന്താ ആ ശബ്ദത്തിന്? എന്താ ശബ്ദം? എന്താ എനിക്കതറിയില്ല. അതുകൊണ്ട് ഞാൻ കുണും എന്നാ പറയല്. നമ്മള് പഴയ മലപ്പുറക്കാരല്ലേ, കുണും. അത് കേട്ടപ്പോ അവന് വണ്ടി സൈഡാക്കി ഓന്റെ മൊബൈലെടുത്ത് ഓൻ എത്ര ഉഷാറില്ല ആ മെസ്സേജ് നോക്കണത്. എന്നാൽ 6236 ആയത്തിലൂടെ രാജാതിരാജനായ അള്ളാഹു നമ്മളോട് എന്തൊക്കെ സന്ദേശങ്ങളാണ്, മെസ്സേജാണ് അള്ളാഹു പറഞ്ഞത് എന്ന് ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ചു നോക്കാൻ. ആഴ്ചയിൽ ഒരു ദിവസം. ഞാൻ നിങ്ങളോട് പറയട്ടെ, SKICയുടെ നേതൃത്വത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഒരു ക്യാമ്പോ സംവിധാനം, ഒരു ചെറിയ ഫ്ലാറ്റോ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ക്ലാസോ സംവിധാനമൊക്കെ തുടങ്ങാം എന്നതിന്റെ പ്രവർത്തകർക്കുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടമായ പ്രയത്നമുണ്ടായാൽ ഇത് സാധിച്ചെടുക്കാവുന്നതാണ്. 6236 ആയത്തിൽ അള്ളാഹു എന്തൊക്കെ സംഗതി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് പഠിക്കാനോ നോക്കാനോ സമയം കിട്ടിയോ? അതുകൊണ്ട് ഇനിയുള്ള സമയമെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ. എല്ലാ കാര്യത്തിനും നമ്മൾ മാറ്റിവെക്കില്ലേ അല്ലേ? ഇന്ന് ഓണസദ്യക്ക് പോലും സമയം കിട്ടിയില്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്തൊക്കെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് എന്ന് പഠിക്കാൻ എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാം, ഇതൊരു തുടക്കമായി നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു. നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നിർബന്ധിപ്പിക്കണം, ഞങ്ങൾക്ക് പഠിക്കണം.
ദുബായിലുണ്ട്, എല്ലായിടത്തുണ്ട്, ഖത്തറിലുണ്ട്, പല സ്ഥലത്തുണ്ട് അങ്ങനെയുള്ള അവസരം. ഖുർആനുമായി പേറ്റി ബന്ധം സ്ഥാപിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ എല്ലാ രീതിയിലുള്ള പിന്തുണയും ആ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തി നമ്മളുടെ ചെറിയ ദുആയോടുകൂടെ അവസാനിപ്പിക്കുകയും മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ചെറിയ പൈസ മതിയല്ലോ ഇവിടെ ഫ്ലാറ്റിനൊക്കെ അല്ലേ. ദുബായിലും മറ്റിടത്തൊക്കെ വലിയ പൈസ മുടക്കിയിട്ട് പോലെ ചെയ്യണം. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് 12,000 ചെയ്യാലുള്ളൂ ഒരു കൊല്ലം ഒരു ഫ്ലാറ്റൊക്കെ കിട്ടാൻ. അപ്പൊ എനിക്ക് തോന്നി എനിക്കും ഇവിടെ താമസാക്കിയല്ലോ. 12,000 രൂപ ചെറിയ പൈസ അല്ലേ. 12,000 ചെറുതാ. ദുബായിലൊക്കെ ഭയങ്കര പൈസ, ഖത്തറിൽ ഭയങ്കര പൈസ. ദുബായിന്റെ മറികടക്കാൻ പോവാണോ ഖത്തർ എന്ന് തോന്നിപ്പോകും. കാരണം അത്ര വലിയ റെന്റാ, നമുക്ക് വളരെ ചെറിയ റെന്റ് ഉള്ളൂ. ഒരു വർഷം ഒരു ഫ്ലാറ്റ് നമുക്ക് ഈ കാര്യത്തിന് ഉപയോഗപ്പെടുത്താൻ, സ്വലാത്തിന്, ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന്, ഒരതിഥി ഇവിടെ വന്നാൽ താമസിക്കാൻ കൊടുക്കാനൊക്കെ അല്ലേ. അതൊക്കെ നമ്മളെ ഒരതിഥി വന്ന അതിഥിയെ നിങ്ങൾ എത്ര സന്തോഷത്തിലാ സ്വീകരിക്കണേ. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ നിങ്ങൾ ബേജാറാവുന്നു തോന്നി എനിക്ക്. കാരണം എന്താ ബേജാറാവുന്ന തോന്നി, എവിടെ നിൽക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നോ എന്ന് ഞാൻ സംശയിച്ചു. ഇതിനൊക്കെ സൗകര്യ. നാട്ടിൽ നിന്ന് ഒരാൾ വന്ന താമസിക്കാൻ ഒരു കേന്ദ്രം നമുക്ക് നൽകാൻ കഴിയും. 12,000 റിയാൽ എന്നാൽ 12 ആളുകൾ 1000 റിയാൽ വീതം കൊടുത്താൽ നിങ്ങൾ കണക്കൂട്ടില്ലല്ലോ. നിങ്ങൾ കൊടുക്കണമെന്നല്ല, 12 ആളുകൾ 1000 റിയാൽ വീതം കൊടുത്താൽ 12,000 റിയാലാവും അല്ലേ. 120 ആളുകൾ 100 റിയാൽ വീതം കൊടുത്താൽ നിങ്ങൾ കൂട്ടിയില്ല. 120 ആളുകൾ 100 റിയാൽ വീതം കൊടുത്താൽ 12,000 റിയാലാവും. ഉസ്താദ് എന്നോട് പറഞ്ഞത് ഒരു 12,000 റിയാൽ കൊടുക്കാൻ മാത്രമുള്ള ജോലിയൊന്നും പറ്റാവുന്ന ആളുകളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അതിനൊരു കേന്ദ്രം ഇല്ലാത്തതെന്ന്. എന്നാ 120 ആളുകൾ 100 റിയാൽ വീതം കൊടുത്താലും മതി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഒരു വിഷമം നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ദൂരീകരിക്കപ്പെടാൻ അള്ളാഹു നിങ്ങളെ സഹായിക്കട്ടെ. ഒരു 100 റിയാൽ എന്റെ വക, ഞാൻ തോനൊന്നും കൊടുത്തിട്ടില്ല. ഹജ്ജിന് വരുമ്പോൾ ചെറിയ പൈസ വരുന്നാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ കൊടുക്കണം എന്ന് പറയണേ, ഞാൻ കൊടുക്കണ്ടേ? ഞാൻ കൊടുക്കാതെ നിങ്ങളോട് കൊടുക്കണം എന്ന് പറയണേ ശരിയില്ലല്ലോ. ഒരു 100 റിയാൽ വീതം അല്ലെ ഒരു 500 റിയാലോ 1000 റിയാലൊക്കെ കൊടുക്കാൻ പറ്റാവുന്ന ഈ സംവിധാനത്തിലേക്ക് ഈ മാസം തന്നെ ഞാൻ പ്രിയപ്പെട്ട ഉസ്താദിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മാസം തന്നെ ഫ്ലാറ്റ് നിങ്ങൾ കണ്ടെത്തി അതിനുള്ള സംവിധാനം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുക. ഇപ്പൊ ഇവരെ സ്ഥിതി എന്താ അറിയോ? പൂച്ച പ്രസവിച്ച മാതിരിയാണ്. പൂച്ച പ്രസവിച്ചതിൽ എന്താ ചെയ്യാ? ഇവിടെ നിർത്താറ് കബൂൽ ചെയ്യട്ടെ.